ഒരു വ്യക്തി തെറ്റുകാരനായി. അപ്പോൾ നമ്മുടെ മീഡിയയിൽ വരികയാണ്, അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം അങ്ങനെ ചെയ്തു, ഒരു ഗ്രൂപ്പ് പറയുന്നു അദ്ദേഹം അത് ചെയ്തില്ല. അപ്പോൾ അത് അവിടെ ഒരു സത്യമുണ്ടല്ലേ, ആ സത്യം നമുക്ക് ആർക്കും അറിയുന്നില്ല. അത് സത്യമാണോ എന്ന് ഞാനിങ്ങനെയാണ് അറിയുന്നത്. എനിക്ക് തോന്നുന്ന ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പലപ്പോഴും മീഡിയയിൽ ചില കാര്യങ്ങൾ നമ്മൾ അറിയാതെ ഒരു വ്യക്തിയെ നമ്മൾ മുൻകൂട്ടി പഴിചാരും അല്ലേ. പക്ഷേ അദ്ദേഹത്തിന് വീണ്ടും അതിൽ നിന്ന് തിരിച്ചു വരാനായിട്ട് സാധിക്കില്ല അങ്ങനെ വരുമ്പോൾ. പോകേണ്ട സമയപ്പോൾ എനിക്ക് അമ്മേനെ പിരിഞ്ഞ് പോകാൻ സാധിക്കുന്നില്ല. അമ്മയുടെ മുഖമാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത്, അമ്മയുടെ സങ്കടപ്പെട്ട മുഖം. എനിക്കിന്നും അത് ചിന്തിക്കാൻ പറ്റുന്നില്ല. നല്ല സുഹൃത്തിനെ കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു രാത്രി കൂടി വിടവാങ്ങവേ ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ പതിയെ. അന്ന് തൊട്ട് ഇന്ന് വരെ ഈ സംഗീത ജീവിതത്തിലൂടെ ഞാൻ നടന്നു. തൂവലാണു നീ. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രാർത്ഥനയും സംഗീതവും ഒരേപോലെ ഹൃദയത്തിലേക്ക് സമർപ്പിച്ച ഒരു വ്യക്തിത്വമാണ് ഫാദർ ഫിനിൽ സിറിയാക് CMI ആണ് നമുക്കിന്ന് ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത്. ഫാദറിൻ്റെ പുതിയ വിശേഷങ്ങൾ നമുക്ക് ടോക്ക് ഫ്രെയിമിലൂടെ. നമസ്കാരം ഫാദർ. താങ്ക് യു വെരി മച്ച്. എന്തൊക്കെയുണ്ട് ഫാദർ പുതിയ വിശേഷങ്ങൾ? തീർച്ചയായിട്ടും 2026 ഈ പുതിയ വർഷക്കാലം എൻ്റെ പൗരത്വ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഒത്തിരി ഒരു ബ്ലെസ്സിങ് ആണ്. ഇത് തന്നെ ഒരു ബ്ലെസ്സിങ് ആണ് ഇന്നത്തെ ഇൻ്റർവ്യൂ തന്നെ തീർച്ചയായിട്ടും. അതെ. അതോടൊപ്പം തന്നെ ഈ ഒരു വർഷക്കാലത്തിലാണേലും ആരംഭത്തിൽ തന്നെ പറഞ്ഞ പോലെ ഞാനൊരു സംഗീത പാരമ്പര്യത്തിൽ നിന്ന് വന്നൊരു വ്യക്തിയായതുകൊണ്ടായിരിക്കാം. കാരണം എനിക്ക് കിട്ടിയ ഒറ്റൊരു അനുഗ്രഹമാണ് ഈശ്വരൻ അമ്മയിലൂടെ ഞങ്ങൾക്കെല്ലാവർക്കും ഒരു സിദ്ധി തന്നിട്ടുണ്ട്. അത് സംഗീതത്തിലാണ് കൂടുതൽ. ഓഫ് കോഴ്സ് എൻ്റെ അച്ഛനും മലയാള അധ്യാപകനായിരുന്നു. അമ്മയിൽ നിന്ന് കിട്ടിയ ആ ഒരു അഭിരുചിയാണ് എനിക്കും കൂടുതലായിട്ട്. എൻ്റെ 2 ഏട്ടന്മാർക്കും അതുപോലെ തന്നെ എൻ്റെ ഒരു പെങ്ങളുള്ളൂ, മനോഹരമായിട്ട് പാടുന്നവരാണ്. അപ്പോൾ ഞാനും എൻ്റെ ജീവിതത്തെക്കുറിച്ച് എപ്പോഴും വിലയിരുത്തുമ്പോൾ സംഗീതത്തിൽ അമ്മയിലൂടെ കിട്ടിയ ആ ഒരു അനുഗ്രഹം ഇന്ന് വർഷങ്ങളായിട്ട് ഏകദേശം ഒരു 16 വർഷമായിട്ട് ഈ ഒരു വീതിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അമ്മയോടൊപ്പം എൻ്റെ പെങ്ങളോടൊപ്പം എല്ലാവരുടെയും സപ്പോർട്ട് കൂടി. അതിൽ ഏറ്റവും എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ സഭ തന്നെയാണ്. ഇപ്പോഴത്തെ പ്രൊവിൻഷ്യൽ കൗൺസിലേഴ്സ്, ജനറാളച്ഛൻ, നമ്മുടെ വൈദികർ. ഇപ്പം ഞാനായിരിക്കുന്ന എൻ്റെ അനുഗ്രഹാലയം CMI ഭവനുണ്ട് ആലുവയിൽ, മെട്രോ സ്റ്റേഷൻ തൊട്ടടുത്തുണ്ട്. അവിടുത്തെ സുപ്പീരിയറച്ഛൻ, മറ്റു വൈദികർ. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് എനിക്കിത് എല്ലാ കാര്യങ്ങളും അതിനുള്ള വേദികൾ ഒരുക്കി തരുന്നു. ആ രീതിയിലൂടെ ഞാൻ മുമ്പോട്ട് പോവുകയാണ്. ഇപ്പോൾ അമ്മയാണ് ആദ്യ ഗുരു അല്ലേ? തീർച്ചയായിട്ടും എൻ്റെ സംഗീത ജീവിതത്തിലെ ബാലപാഠങ്ങൾ പകർന്നു തന്ന അമ്മ തന്നെയാണ്. അപ്പം അമ്മ തന്നെയാണ് ഗുരു. അപ്പം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന അവസരത്തിലൊക്കെ എനിക്ക് അത്ര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല പാടുവാനായിട്ട്. കാരണം ഞാനിങ്ങനെ പുറകോട്ട് മാറി നിൽക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു. പക്ഷെ അമ്മ അത് പലപ്പോഴും നോട്ട് ചെയ്യായിരുന്നു. അവന് നന്നായിട്ട് പാടാൻ ദൈവം കഴിവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യൂത്ത് ഫെസ്റ്റിവലൊക്കെ അന്ന് സ്കൂളിൽ നമുക്കറിയാം സാധാരണയായിട്ട്. അപ്പോൾ അതിനൊന്നും ഞാൻ പങ്കെടുക്കാൻ ആദ്യ വർഷങ്ങളൊന്നും പോകുകയില്ല, മടിയായിരുന്നു. ഒരു നാണക്കേട് പോലെയൊക്കെ മാറി നിൽക്കും. പക്ഷെ പിന്നീട് ഒരു 7ാം ക്ലാസ്സിൽ അങ്ങനെ തുടങ്ങി യൂത്ത് ഫെസ്റ്റിവൽ വന്നപ്പോഴൊക്കെ അമ്മ അത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലൊക്കെ ആയിരുന്നു. അപ്പോൾ എന്നെ ഒത്തിരി അമ്മ പ്രചോദനം ചെലുത്തിയിട്ടുണ്ട്. പിന്നീട് ഞാൻ മനസ്സിലാക്കി അമ്മയുടെ ഒരു ആഗ്രഹത്തിന് വഴങ്ങി അങ്ങനെ കുറച്ച് പ്രാവശ്യങ്ങളിൽ പാട്ടുകൾ പാടുവാനൊക്കെ ഇടവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓണത്തിൻ്റെ അവസരങ്ങളിലൊക്കെ നമ്മുടെ കുറച്ച് പാട്ടുകളൊക്കെ പാടുവാനും സാധിച്ചു. അതിനുശേഷം പിന്നെ തുടർന്നുകൊണ്ട് പോയി. എങ്കിലും ഇപ്പം നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ചില പ്രോഗ്രാമൊക്കെ വരുമ്പോൾ അതിലൊക്കെ ചിലപ്പം 1-2 പാട്ടുകളൊക്കെ ഇങ്ങനെ പാടുമായിരുന്നു. അത്രേ ഉള്ളായിരുന്നു ഞാൻ ആരംഭത്തിലൊക്കെ. അല്ല, അന്ന് പാടുന്ന പാട്ടുകൾ ഡിവോഷണൽ സോങ്സ് ആണ്. ഡിവോഷണൽ എനിക്ക് പ്രത്യേകിച്ച് ദാസേട്ടൻ്റെ പാട്ട്, നമുക്ക് ദാസേട്ടൻ നമ്മളോടൊപ്പം ഇല്ല, നമ്മുടെ ജയേന്ദ്ര മാഷിൻ്റെയൊക്കെ ആ പാട്ടുകൾ കേട്ടാണല്ലോ നമ്മളെപ്പോഴും വളർന്നുണ്ട്. അപ്പം അന്നിങ്ങനെ മനസ്സിലിങ്ങനെ ആഗ്രഹിക്കുകയായിരുന്നു, ദൈവമേ എനിക്കും അദ്ദേഹത്തിൻ്റെ അവരുടെ പാട്ടുകൾ അല്ലെങ്കിൽ കമ്പോസ് ചെയ്യുവാനും
അവരെ കൊണ്ട് ചെറുപ്പം മുതലേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഞാനത് പറയും അതിനെക്കുറിച്ച്. പിന്നീട് ഞാൻ വൈദികനായതിനു ശേഷം നമ്മുടെ ജയേന്ദ്രൻ മാഷിൻ്റെ ഒരു പാട്ട്, അതെനിക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യമാണ്. അദ്ദേഹം ആരോഗ്യമുള്ള സമയത്ത് നല്ലൊരു മനോഹരമായൊരു പാട്ട് അദ്ദേഹം പാടിയിട്ടുമുണ്ട്. എനിക്കൊന്ന് തൃശ്ശൂർ ചേതന സ്റ്റുഡിയോയിലായിരുന്നു, 8-9 വർഷം മുമ്പായിരുന്നു. അത് എഴുതിയത് ഞങ്ങളുടെ CMI സഭയിലെ അദ്ദേഹം ഒത്തിരി പാട്ടുകൾ എഴുതിയിട്ടുള്ള ഒരു അച്ഛനാണ്, റവറൻ ഫാദർ ജോഷി കണ്ണിക്കാടൻ CMI. അപ്പോൾ അങ്ങനെ ജയേന്ദ്രൻ മാഷ് അത് മനോഹരമായിട്ട് പാടി. പിന്നെ അതിലുപരി എനിക്ക് കിട്ടിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പാടിയതിന് ശേഷം നല്ലൊരു മെലഡി ആണ് ഫാദർ എന്നാൽ വളരെ ആത്മാർത്ഥമായിട്ട് പറയുകയുണ്ട്. അപ്പം നമുക്കതിൽ കൂടുതൽ വലിയൊരു ബ്ലെസ്സിംഗ് ആണ്. അച്ഛൻ ചെറുപ്പത്തിലെ മാനിഫെസ്റ്റ് ചെയ്തു. തീർച്ചയായിട്ടും അത് അമ്മയിൽ നിന്ന് കിട്ടിയ ആ ഒരു പ്രചോദനം തന്നെയാണ് കേട്ടോ. പിന്നീട് ഒത്തിരി അവസരങ്ങൾ ദൈവം തന്നു, അവരുടെ സഞ്ചരിച്ചിട്ടിരിക്കും. ജയചന്ദ്രൻ സാറിന്റെ കൂടെയുള്ള ഒരു അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു ആ സമയം? എനിക്കറിയാം, എനിക്ക് അത്ര ഒരു ഞാൻ കേട്ടിട്ടുണ്ട് ജയേന്ദ്രൻ മാഷ് വളരെ സീരിയസ് ആണ്. പക്ഷേ എങ്കിലും ഈ ചേതനയിൽ ഒരു സജി എന്ന് പറയുന്ന ചേട്ടനുണ്ട്, സൗണ്ട് എഞ്ചിനീയറാണ്. അപ്പോൾ പുള്ളിയാണ് എന്നെ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത്. പക്ഷേ പിന്നീട് ഞങ്ങൾ പാടിയതിന് ശേഷം ആദ്യം കുറച്ച് സീരിയസ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ റെക്കോർഡിങ്ങിന് ശേഷം കാപ്പി കുടിക്കാനായിട്ട് പോയി. ആ ഒരു സമയത്ത് പുള്ളി ഓരോ കാര്യങ്ങൾ എന്നോട് ചോദിച്ചു, വളരെ ഫ്രീ ആയി അദ്ദേഹം. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു, ഇതാണ് ജയേന്ദ്രൻ മാഷ്. പിന്നീട് ഞാൻ മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ഒരു ഹൃദയത്തിൽ വളരെ ഒരു ശാന്തനായൊരു മനുഷ്യനാണ്. പക്ഷേ എക്സ്പ്രസ് ചെയ്യും, സ്ട്രെയിറ്റ് ആൻഡ് ഫോർവേഡാണ്. അപ്പോൾ പുള്ളിയുള്ള കാര്യങ്ങൾ അത് പറഞ്ഞു. പിന്നീട് ഞാൻ ചിന്തിച്ചു, ഇത്രയേ ഉള്ളൂ ജയേന്ദ്രൻ മാഷിൻ്റെ ഉള്ളിൽ. അപ്പോൾ ആ ഒരു അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അച്ഛന് ഈ പാട്ടിലോട്ട് വന്നത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇത് പ്രൊഫഷനാക്കി എടുത്തിരുന്നോ? ഇല്ലില്ല, ഞാൻ ശരിക്കും എനിക്കൊരു നമ്മുടെ ഫാദേഴ്സ് തന്നെയാണ് എന്നെ ഇതിലേക്ക് മ്യൂസിക് പഠിക്കുവാനായിട്ട് പ്രചോദനം ചെലുത്തിയത്. കാരണം അതിലൊരു ഫാദർ തോമസ് കൊച്ചുമുട്ടെന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു അച്ഛനുണ്ട്. അച്ഛന് നമ്മുടെ ഭഗവത്ഗീതയിൽ ഡോക്ടറേറ്റ് ഒക്കെ നേടിയ ഒരു അച്ഛനാണ്. ഒത്തിരി ക്ലാസ്സുകളൊക്കെ എടുക്കുന്നുണ്ട്. അദ്ദേഹം ലണ്ടനിൽ പഠിച്ചതാണ്. ഇപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ട് അച്ഛൻ, ഈ ഏജ്ഡാണ്. അപ്പോൾ അതേ ഒരു പ്രാവശ്യം ഞാൻ ഉത്തരാഖണ്ഡിലായിരിക്കുമ്പോൾ അവിടെ ഒരു വർഷം നമ്മുടെ ഹിമാലയ പർവ്വതത്തിന് താഴ്വരയിൽ ഈ അച്ഛനോടൊപ്പം ഞാൻ ജീവിച്ചു. അപ്പോൾ അങ്ങനെ അച്ഛന് ഒരു പ്രാവശ്യം എന്നോട് സംസാരിച്ചു ഇങ്ങനെ പാട്ടിനെക്കുറിച്ച്. അപ്പോൾ അച്ഛൻ അമ്മയുടെ ബാക്ക്ഗ്രൗണ്ട് അച്ഛനും കർണാട്ടിക് മ്യൂസിക് പഠിച്ച ഒരു വ്യക്തിയാണെന്ന് അറിയായിരുന്നു. കാരണം അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എന്തുകൊണ്ട് നാട്ടിൽ പോയി കർണാട്ടിക് മ്യൂസിക് പഠിച്ചുകൂടാ? കാരണം അച്ഛൻ ആ ഒരു നന്നായിട്ട് പാടുന്നുണ്ടല്ലോ, അമ്മയുടെ ആ ഒരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതെന്നെ കൂടുതലായിട്ട് വീണ്ടും ചിന്തിപ്പിക്കാനിടയായി. അങ്ങനെ ഞാൻ അധികാരികളോട് പറഞ്ഞു. അപ്പോൾ അന്നത്തെ പ്രൊവിൻഷ്യൽ അച്ഛൻ അവർ കൗൺസിലേഴ്സ് മീറ്റിംഗ് കൂടി അവർ തീരുമാനമെടുത്തു ഇങ്ങനെ ഫില്ലച്ചനെ പഠിപ്പിക്കുവാനായിട്ട്. അങ്ങനെ ഞാൻ എൻ്റെ ഫിലോസഫി കഴിഞ്ഞ് ഞങ്ങൾക്ക് ഡിഗ്രി എടുക്കണം. അപ്പം ഞങ്ങൾക്ക് അതൊരു ഡിഗ്രി വേണമല്ലോ. അപ്പം ഞാൻ പിന്നീട് തൃപ്പൂണിത്തറ നമ്മുടെ ദാസേട്ടൻ പഠിച്ച കോളേജിൽ പഠിക്കുവാനുള്ള വലിയൊരു ഭാഗ്യം കിട്ടി. 3 വർഷം അത് BA മ്യൂസിക് ആയിരുന്നു, കർണാട്ടിക്, മെയിനായിട്ട് വോക്കലായിരുന്നു. അപ്പോൾ അതിനോട് ഞാൻ മൃദംഗം ആണ്. മൃദംഗം എക്സ്പേർട്ടല്ല, പക്ഷേ വായിക്കുമായിരുന്നു. കാരണം എനിക്ക് തബലയിൽ കുറച്ച് ബേസ് ഉണ്ടായിരുന്നു, ചെറുപ്പം മുതലേ തബല വായിക്കുമായിരുന്നു. അങ്ങനെ 3 വർഷം തൃപ്പൂണിത്തുറ കോളേജിൽ നിന്ന് നമ്മുടെ വോക്കൽ പഠിച്ചു ഇറങ്ങി. അവിടെ നിന്നാണ് ശരിക്കും പറയുകയാണെങ്കിൽ മ്യൂസിക് കമ്പോസിങ്ങിലേക്ക് ഞാൻ ഇറങ്ങിയത്. ആദ്യത്തെ ആൽബം അവിടെ നിന്ന് ഇറങ്ങുന്നത്. അത് അന്നത്തെ നമുക്കറിയാം, ആദ്യം CD ആയിരുന്നല്ലോ. ഇപ്പം നമുക്ക് CD കാലഘട്ടം കഴിഞ്ഞു. അന്നൊരു വിശ്വപ്രകാശം എന്ന് പറഞ്ഞ 12 ഗാനങ്ങൾ ഉള്ളൊരു സമാഹാരമായിരുന്നു. അപ്പോൾ 12 ഗാനങ്ങൾക്ക് ഈണം കൊടുക്കുവാനായിട്ടുള്ള ഭാഗ്യം കിട്ടി. അതിൽ വൈദികരുണ്ട്, നമ്മുടെ സാധാരണ കഴിവുള്ളവരുണ്ട്. അങ്ങനെ ആ ഒരു ആൽബം നല്ല രീതിയിൽ പോയി. പിന്നീട് എനിക്ക് അവിടെ നിന്ന് ഒത്തിരി ഗാനങ്ങൾ ഇന്നും ചെയ്യുവാനായിട്ട് ദൈവം അനുഗ്രഹിച്ചു. അതാണ്. ഈ കോളേജിൽ പഠിക്കുന്ന സമയത്താണോ അച്ഛൻ ഈ ദൈവവിളി എപ്പോഴാണ് വന്നത്? അത് തീർച്ചയായിട്ടും എനിക്ക് ഒരു 5ാം ക്ലാസ് തൊട്ട് ഈ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന തൊട്ട് ഞാൻ അച്ഛനും അമ്മയും എല്ലാ ദിവസവും പള്ളിയിൽ പോകും. രാവിലത്തെ പള്ളിയിൽ പോയി കുർബാന കണ്ടു വരുമ്പോൾ എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു അച്ഛൻ്റെ അമ്മയോട് പോവുക എന്നത്. അങ്ങനെ പോയി പിന്നീട് അത് വലിയൊരു അനുഭവമായി തീർന്നു. അത് നമ്മളെ അറിയാമല്ലോ, നമ്മുടെ കുർബാന അർപ്പിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ നോക്കും. എനിക്കും പിന്നീട് ആഗ്രഹമുളവായി നല്ലൊരു വൈദികനായിത്തീരണം എന്നുള്ളൊരു ആഗ്രഹം അന്ന് തൊട്ട് ഉടലെടുത്തു. അപ്പോൾ ഞാനത് അച്ഛനും അമ്മയോടും പിന്നീട് ഞാൻ പഠനം തുടർന്നുകൊണ്ടിരുന്നു. 8, 9, 10ാം ക്ലാസ്സിലെത്തിയപ്പോൾ പരീക്ഷ എഴുതി ഞാൻ അച്ഛനും അമ്മയോടും ചോദിച്ചു, എനിക്കൊരു ആഗ്രഹമുണ്ട്, നാട്ടിലല്ല ഒരു മിഷണറി വൈദികനായിത്തീരണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞു, നിനക്ക് പോകാം, നിനക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ പ്രീ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു പക്വതയായി നിനക്ക് വരും, അങ്ങനെ ഒന്നുകൂടെ ചിന്തിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ
അതിനുശേഷം ഞാൻ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയറിലേക്ക് ചേർന്നു. അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്ത ശേഷമാണ് ഞാൻ പിന്നീട് സഭയിലേക്ക് വരുന്നത്. അങ്ങനെ CMI ഡൽഹി പ്രൊവിൻഷ്യൽ ബിജുനൂർ മിഷനിലേക്ക് ഞാൻ ചേർന്നു. അവിടെയാണ് പിന്നെ 15 വർഷം ഞങ്ങൾക്ക് ട്രെയിനിങ് അതെല്ലാം കഴിഞ്ഞു. അങ്ങനെ വൈദികനായിട്ട് ദൈവം എന്നെ തിരഞ്ഞെടുത്തു, തീർത്തു. 2012 ഞാൻ വൈദികപട്ടം സ്വീകരിച്ചു. ജനുവരി 1-ാം തീയതിയായിരുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ ഈ സംഗീത ജീവിതത്തിലൂടെ ഞാൻ നടന്നു നീങ്ങുന്നു. അപ്പൊ വീട്ടുകാർക്കൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമായിട്ടുണ്ടാവുമല്ലോ അല്ലേ? ആരംഭത്തിൽ ഞാൻ എത്രയാണ് നമ്മുടെ അമ്മമാർക്ക് പ്രത്യേകിച്ച് വൈദികരോട് അത് കൂടുതലൊരു സ്നേഹമുണ്ടല്ലോ. അച്ഛനും ഉണ്ടായിരുന്നു, അച്ഛൻ കാണിക്കുകയല്ലായിരുന്നു. പക്ഷെ ഞാൻ വീട്ടിൽ അന്നൊക്കെ നമ്മുടെ ട്രെയിനിങ്ങിന് സമയത്ത് നമ്മൾ 2 വർഷം 3 വർഷം കൂടുമ്പോഴാണ് വീട്ടിൽ പറ്റുള്ളൂ. കാരണം നമുക്കറിയാലോ അങ്ങനെ ഒരു പ്രാർത്ഥനാ ജീവിതമായിരുന്നു, പ്രത്യേകിച്ച് നമ്മുടെ സന്യാസ സഭയിൽ. അങ്ങനെ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു പ്രാവശ്യം ഞാൻ വീട്ടിൽ പോയി 2 വർഷത്തിന് ശേഷമാണ് ഫിലോസഫി കഴിഞ്ഞ് ഞാൻ പോകുന്നത്. അപ്പോൾ അമ്മ വെറും 15 ദിവസമേ ഉള്ളൂ ഞങ്ങൾക്ക് അവധി. അപ്പോൾ പോകേണ്ട സമയപ്പോൾ എനിക്ക് അമ്മേനെ പിരിഞ്ഞ് പോകാൻ സാധിക്കുന്നില്ല. അമ്മയുടെ മുഖമാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത്, അമ്മയുടെ സങ്കടപ്പെട്ട മുഖം. എനിക്കിന്നും അത് ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ട്രെയിനിൽ പോവുകയാണ്, അന്ന് UP യിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ മഹാരാഷ്ട്ര സൈഡിലെത്തിയപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും അമ്മയുടെ ട്രെയിനിൽ നിന്ന് ഇറങ്ങി പോകണം, അമ്മേനെ എനിക്ക് കാണണം ഇപ്പം തന്നെ. നമുക്കറിയാലോ ആ ഫീലിംഗ് എനിക്ക് ഇപ്പം പറയാൻ പറ്റുന്നില്ല. പക്ഷേ ദൈവം പിടിച്ചു നിർത്തി. വീണ്ടും ഞാൻ 1 വർഷത്തിന് ശേഷമാണ് അമ്മേനെ കാണുന്നത്. പക്ഷേ അതിലൂടെ കടന്നുപോയി എന്നെ ഒരു ദൈവം ആഗ്രഹിച്ച രീതിയിലൊരു വൈദികനാക്കി. വലിയൊരു പറയാൻ പറ്റിയല്ലോ അത്. അത്രയുള്ളൊരു എനിക്ക് സഭയിലേക്ക് വന്നതിന് ശേഷമാണ് പാട്ടിനോട് അല്ലെങ്കിൽ മ്യൂസിക്കിനോട് കുറച്ചും കൂടെ അല്ലേ പ്രയോറിറ്റി? തീർച്ചയായിട്ടും. കാരണം ഞങ്ങൾക്ക് സഭയിൽ വന്നതിന് ശേഷം ഞാൻ ബ്രദർ ആയിരിക്കുമ്പോൾ അത് ഫിലോസഫി കഴിഞ്ഞ് ഞാൻ ധർമാരാമിൽ ഞങ്ങളുടെ വലിയൊരു കോളേജുണ്ട്, സെമിനാരിയാണത്. ഏകദേശം 300ഓളം അടുത്ത് ബ്രദേഴ്സ് പഠിക്കുന്ന വൈദികരുള്ള ഒരു കോളേജാണ് ബാംഗ്ലൂർ പഠിക്കുമ്പോഴാണ് എനിക്കിങ്ങനെ ഒരു അവസരം, സ്റ്റേജിൽ പാടുവാനുള്ള അവസരങ്ങൾ ഒത്തിരി കിട്ടി. അപ്പോൾ അത് നമുക്ക് വളരാനും നമ്മളെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യാനുള്ള ഒരു അവസരങ്ങളായിരുന്നത്. അപ്പോൾ ഞാനതിൽ ഒത്തിരി ഇടയ്ക്ക് പാട്ടുകൾ പാടും, ഭജൻസ് പാടും. അതായത് മലയാളത്തിലും ഹിന്ദിയിലും തമിഴിലൊക്കെ ഇടയ്ക്ക് പാടുമായിരുന്നു. അതെന്നെ കൂടുതൽ വളർത്തിയിട്ടുണ്ട്. പിന്നെ അവിടെയുള്ള വൈദികരാണെങ്കിൽ ഒത്തിരി പ്രോത്സാഹനം തരുമായിരുന്നു. അപ്പം ഞങ്ങളോടൊപ്പമുള്ള എൻ്റെ ബാച്ച്മേറ്റ്സ് അച്ഛന്മാരോടൊപ്പം ഒത്തിരി ഗാനമേളയിലൊക്കെ പാടുവാനായിട്ട് അവസരം കിട്ടിയിട്ടുണ്ട്. അതെനിക്ക് കൂടുതൽ വളരാൻ സാധിച്ചു. നമ്മുടെ ഒരു ആത്മധൈര്യവും ആത്മവിശ്വാസമൊക്കെ അതിലൂടെ വളർത്തി. ഒക്കേഷൻ പ്രൊമോട്ടർ, മ്യൂസിക് ഡയറക്ടർ, സിംഗർ, ഈ ആക്ച്വലി എല്ലാം കൂടി എങ്ങനെയാണ് ബാലൻസ് ചെയ്തു പോകുന്നത്? അത് എന്നോട് പലരും എസ്പെഷ്യലി ബിസി ഷെഡ്യൂളിൽ. എക്സാക്ട്ലി, അത് എല്ലാവരും പലപ്പോഴും ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് എന്നോട്. കാരണം അതത്ര എളുപ്പമുള്ള കാര്യമല്ല. നമുക്കറിയാലോ, ഒരു മനുഷ്യൻ വളരെ പരിമിതമായ സ്ഥലത്തായിരിക്കാം, പരിമിതമായ സമയത്തിലൂടെ ആയിരിക്കും നമ്മളെല്ലാവരും ജീവിക്കുന്നത്, അല്ലേ? നമുക്കെല്ലാവരും അങ്ങനെയാണ്. പക്ഷേ അതൊരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇന്നും എന്നെ അത് ദൈവം ഒരുക്കുന്നുണ്ട്. ഇപ്പോൾ ചില പാട്ടുകൾ, ഇപ്പോൾ ഒത്തിരി പേര് ഇപ്പോൾ ചിലപ്പോൾ ഈ ഒരു പാട്ട് തന്നു കഴിഞ്ഞാൽ ഒരു 2-3 ദിവസം കൊണ്ടൊന്ന് കിട്ടണം കേട്ടോ. ചിലപ്പോൾ വിദേശത്തു നിന്നൊക്കെ പലരും എനിക്ക് തരാറുണ്ട് വേർഡ്സായിട്ട്. അപ്പോൾ അത് മ്യൂസിക് ചെയ്ത് ഭംഗിയായിട്ട് നമ്മൾ കൊടുക്കണമല്ലോ. നമ്മൾ ഓടി തിരക്ക് വെച്ച് ചെയ്യാനും പറ്റില്ല. പക്ഷേ സമയത്തിൻ്റെ പൂർണ്ണതയിൽ അത് എങ്ങനെയെങ്കിലും ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള വൈദികരാണെങ്കിലും എന്നെ അതിനുള്ള ഒരു പ്രോത്സാഹനം തരുന്നതുകൊണ്ടായിരിക്കാം ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം. പക്ഷേ മ്യൂസിക് അത് ആദ്യം ട്യൂൺ ചെയ്യുമോ അതോ? 2 രീതിയിലും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പള്ളിയിലൊക്കെ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ വരാന്തകീട് നടക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ സാധാരണ പ്രകൃതിയെ നോക്കിയിട്ടാണ്. അപ്പോൾ ആ സമയത്ത് മനസ്സിൽ ചിലപ്പോൾ ഒരു മ്യൂസിക് നല്ലൊരു ഈണം വരും. അത് നമുക്ക് തന്നെ ഇഷ്ടമാണെങ്കിൽ ഞാനത് ഫോണിൽ പിടിക്കും. ഉടനെ ചിലപ്പം നന്നായിട്ട് എഴുതുന്ന വൈദികരായിരിക്കാം, അല്ലെങ്കിൽ സഹോദരങ്ങളായിരിക്കാം, അവരെ കൊണ്ട് ഞാൻ എഴുതിക്കും. അപ്പോൾ അത് പാട്ടായിട്ട് വരുമ്പോൾ വിത്ത് ലിറിക്സോട് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അതിനൊരു ജീവനുണ്ട്, ഒരു സോൾ അതിലുണ്ട്. അപ്പോൾ ഇന്നൊരു ഗായകൻ അത് ഓർക്കസ്ട്രേഷൻ ചെയ്ത് പാടി വരുമ്പോൾ അത് നല്ലതായിരിക്കും എന്നെൻ്റെ മനസ്സിലേക്ക് അങ്ങ് വരും. അത് മനസ്സിലേക്ക് ആരാ പാടുന്നുള്ള ഒരു, കാരണം നമുക്ക് ആ ട്യൂണും ആ വോയിസ് ഇങ്ങനെ ആയിരുന്നാൽ നല്ലതായിരിക്കും. അത് മെയിലായിരിക്കാം, ഫീമെയിലായിരിക്കാം. അങ്ങനെ കുറേ പാട്ടുകൾ ചെയ്യാനിട വന്നിട്ടുണ്ട്. അതെനിക്കത് ഞാൻ ആഗ്രഹിച്ച പോലെ വന്നിട്ടുമുണ്ട്. നല്ല പാട്ടുകളായി 2 രീതിയിലും വിത്ത് ലിറിക്സ് നോക്കിയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ അങ്ങനെയാണ്. പക്ഷേ കുറച്ച് പാട്ടുകൾ സംഗീതം ഹൃദയത്തിൽ നിന്ന് ചെയ്ത് വരികളെ എഴുതി. പാട്ടുകൾ എഴുതാൻ നേരത്തെ എന്തെങ്കിലും ഒരു സ്പിരിച്വൽ ടച്ച് ഒക്കെ കിട്ടും? തീർച്ചയായിട്ടും.
അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ഇപ്പം നമ്മൾ ഒരു പ്രാർത്ഥനയുടെ അനുഭവമായിരിക്കാം, അല്ലെങ്കിൽ ദൈവാമുഖം ഉള്ള ആമുഖത്തെ കണ്ടുകൊണ്ടായിരിക്കാം അങ്ങനെയുള്ള അനുഭവം. ചിലപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഈ നമ്മൾ പള്ളികളിലൊക്കെ ഇപ്പം ഞങ്ങളുടെ പള്ളികളിലെ ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ പോകുമ്പോൾ നമ്മൾ കുർബാനയുടെ പാട്ടുകൾ അറിയാമല്ലോ, അപ്പോൾ നമ്മളതിൽ കൂടുതൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ യേശുവിൻ്റെ അമ്മയെ കന്യാമറിയത്തിനെ കുറിച്ചുള്ള, കാരണം എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ വഴിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ സീമായ സഭയും മാതാവിൻ്റെ പേരുള്ള സഭയാണ്. അപ്പോൾ ആ ഒത്തിരി അപകടങ്ങളിൽ നിന്നൊക്കെ മാതാവ് യേശുവിന് നൽകി എന്നെ രക്ഷിച്ച അനുഭവങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഒത്തിരി ഗാനങ്ങൾ മാതാവിന് വേണ്ടി ചെയ്യുവാനായിട്ട് ഇടവന്നിട്ടുണ്ട്. മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഹീലിംഗ് കൂടെയാണല്ലോ. അച്ഛൻ്റെ പാട്ടുകളിലൂടെയൊക്കെ തോന്നുന്നു ഒരുപാട് പേർക്ക് അതൊരു ഹീലിംഗ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. അത് വലിയൊരു ചോദ്യമാണത്. കാരണം എൻ്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട് മ്യൂസിക്. ഇപ്പം ഞാൻ കർണാട്ടിക് രാഗങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ, ഞാൻ തൃപ്പൂണിത്തുറ പഠിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ അധ്യാപകരും പറയുമായിരുന്നു മ്യൂസിക്കിന് എപ്പോഴും ഒരു ഹീലിംഗ് ടച്ച് ഉണ്ട്. ഇപ്പം നമുക്കറിയാമല്ലോ, അത് മനുഷ്യരിലും നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കുമ്പോഴും ഓരോ രാഗങ്ങൾ പാടുമ്പോൾ, ഇപ്പോൾ പ്രഭാതത്തിൽ പാടുന്ന ചില രാഗങ്ങളുണ്ട് അല്ലേ, അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒരു സന്തോഷവും സമാധാനവും നമ്മൾ അനുഭവിക്കുന്നു. അപ്പോൾ അതിലൊരു ഇൻറ്റേർണലായിട്ടുള്ള ഒരു ഹാപ്പിനെസ് നമുക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എനിക്കറിയാം, എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ അദ്ദേഹം രോഗിയായി ഹോസ്പിറ്റലിൽ കിടക്കുന്ന അവസരത്തിൽ എന്നെ ഒരു പ്രാവശ്യം വിളിച്ചു. ഫാദർ, അച്ഛൻ ചെയ്തൊരു പാട്ട് ഞാൻ കേൾക്കാനിട വന്നു, കാവലാകുന്ന ഒരു സ്നേഹം എന്നുള്ളൊരു പാട്ടാണ്. അത് തുടർച്ചയായിട്ടത് യൂട്യൂബിൽ ഞാൻ കേട്ടു. പക്ഷെ ഒരു ഹീലിംഗ് എനിക്കുണ്ടായി. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ നമ്മുടെ കഴിവല്ല, ദൈവം തന്നിരിക്കുന്നത് നമ്മളിലൂടെ. അപ്പോൾ അയാൾക്ക് ആ ഒരു ഹീലിംഗ് അനുഭവം കിട്ടി എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം, ബ്ലെസ്സിംഗ് ആണ്. അതെ അതെ. അതേപോലെ തന്നെ അമ്മയുടെ പാട്ട് ഉപാസന എന്നുള്ള ചിത്രചേച്ചിയുടെ ആ പാട്ട് എത്ര മനോഹരമായിട്ടാണ് അമ്മ അത് കമ്പോസ് ചെയ്തിരിക്കുന്നത്. അതിലൊരു കഥയുണ്ട്. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നേ, കാരണം എൻ്റെ അമ്മയിലൂടെയാണല്ലോ ഞാൻ കടന്നു വന്നത്. അപ്പോൾ അമ്മയുടെ ഒരു സംഗീതം ചിത്രചേച്ചി പാടും. നമുക്കറിയാം ചിത്രചേച്ചി എന്ന് പറയുമ്പോൾ ലോകമെമ്പാടും അല്ലെ എത്രയോ ഗാനങ്ങൾ, മനോഹരമായ ഗാനങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു ഗായിക അല്ലെ, കേരളത്തിൻ്റെ വാനമ്പാടി. അപ്പോൾ എനിക്ക് വലിയൊരു സ്വപ്നമായിരുന്നു അമ്മയുടെ ഒരു പാട്ട് ചിത്രചേച്ചി പാടുക. അപ്പോൾ അതിന് ഞാൻ ഒത്തിരി പരിശ്രമിച്ചിരുന്നു, ഒത്തിരി പേരുടെ സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള അവസരത്തിലാണ് നമ്മുടെ പൈതലാം യേശുവേ എന്നുള്ള പാട്ട് നമ്മുടെ എല്ലാവരും അറിയാമല്ലോ, നമ്മൾ കേൾക്കുന്നതാണല്ലോ. ചേച്ചി വർഷങ്ങൾക്ക് മുമ്പ് പാടിയൊരു മനോഹരമായൊരു ഗാനമാണ്. ഇന്നും ക്രിസ്മസ് വരുമ്പോൾ എല്ലാവരുടെയും ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സിൽ പോലും അത് വരികയാണ്, ചേച്ചിയുടെ ആ മനോഹരമായ സ്വരം. അപ്പോൾ ഞാനൊരു പ്രാവശ്യം ട്രിവാൻഡ്രം എൻ്റെ കൂട്ടുകാരനായ ഒരു അച്ഛനോടൊപ്പം തിരുവനന്തപുരത്ത് പോകാനിട വന്നു. അവിടെ പോയി ഈ ഫാദറിനെ കാണുവാനുള്ള ആഗ്രഹത്തിലാണ് പോയത്. അദ്ദേഹത്തിൻ്റെ പേര് ഫാദർ ജോസഫ് എന്നാണ്. അദ്ദേഹം എഴുതിയ പാട്ടാണ് ഈ പൈതലാം യേശുവേ. അപ്പോൾ അച്ഛനെ കണ്ടു. അച്ഛന് ഇച്ചിരി രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയമായിരുന്നു. അച്ഛനോട് സന്തോഷമായി. ഇപ്പോൾ പോകാൻ നേരത്തെ അച്ഛൻ എനിക്ക് രണ്ട് പേപ്പർ കൊണ്ട് തന്നു. അപ്പോൾ അതിൽ എന്നോട് പറഞ്ഞത് അച്ഛന് സമയം കിട്ടുമ്പോൾ അത് കമ്പോസ് ചെയ്യാം. അപ്പോൾ ഞാൻ അമ്മയെക്കുറിച്ചും പറഞ്ഞിരുന്നു, ഒരെണ്ണം അമ്മയ്ക്കും കൊടുക്കുക. അപ്പോൾ ഞാൻ വീട്ടിൽ അവധിക്ക് പോയപ്പോൾ ഞാൻ പോകുന്നതിന് ഇങ്ങോട്ട് ആലുവയ്ക്ക് തിരിച്ചു വരുന്നതിന് മുമ്പ് അമ്മയുടെ ഈ പേപ്പർ കൊടുത്തു. അമ്മ ഇങ്ങനെ ജോസഫ് അച്ഛൻ എഴുതിയൊരു മനോഹരമായ വരികളാണ്, അമ്മയ്ക്ക് സമയം കിട്ടുമ്പോൾ അമ്മയൊന്ന് ട്യൂൺ ചെയ്യുക. അപ്പോൾ പിന്നീട് ഞാൻ അറിഞ്ഞത് അമ്മ മനോഹരമായിട്ട് ഒരു ഹംസധ്വനി രാഗത്തിൽ ആ പാട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് സന്തോഷമായി. ഇത് ചിത്രചേച്ചി പാടിക്കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും പ്രാർത്ഥിക്കുമായിരുന്നു. ഒത്തിരി പേരുടെ എനിക്ക് സപ്പോർട്ട് കിട്ടി. അതുകൊണ്ട് ചേച്ചിയുടെ ഹസ്ബൻഡുമായിട്ട് ഒരു പ്രാവശ്യം സംസാരിച്ച്, വിജയ് സാറുമായിട്ട്. അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി എന്നെ സ്വാഗതം ചെയ്തു. നമുക്ക് പാടാം ഫാദർ, എൻ്റെ ഓർഗനൈസേഷനൊക്കെ ചെയ്തു. അപ്പോൾ നമ്മുടെ ശരത് സാറിൻ്റെ അനുജൻ രഞ്ജിത്ത് സാറ് മനോഹരമായിട്ട് തന്നെ ഓർഗനൈസേഷൻ ചെയ്തു. അങ്ങനെ ഒരു ഡേറ്റ് പറഞ്ഞ് ചേച്ചി പാടി. പിന്നീട് ഞാൻ അറിയുന്നത് എനിക്കൊരു ഒരു മദ്രാസിൽ വെച്ച് ചേച്ചി മനോഹരമായിട്ട് പാടി. പിന്നീട് ഞാനത് പാട്ട് കേട്ടപ്പോൾ ഞാൻ ദൈവത്തിന് നന്ദി പറയുമായിരുന്നു. ഇന്നത് യൂട്യൂബിലുണ്ട്, ചേച്ചിയുടെ ചാനലിൽ തന്നെ ഉണ്ട്. ഒരു അസുതോമാ സദ്ഗമ എന്ന് തുടങ്ങുന്നൊരു ഗാനമാണ്. നല്ല വരികൾ അച്ഛൻ്റെ. അമ്മ മനോഹരമായിട്ട് അത് സംഗീതം ചെയ്തു. അതിമനോഹരമായിട്ട് ചേച്ചി പാടി. അപ്പോൾ ഒരു ബൈറ്റും ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് അമ്മയെക്കുറിച്ചും, അമ്മയെ കാണുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു. അത് നാനാജാതി മതസ്ഥർക്ക് വേണ്ടി അച്ഛൻ എഴുതിയതാണ്. ഒരു പ്രാർത്ഥന ഗീതമാണത്. അങ്ങനെ ഒരു വലിയൊരു ബ്ലെസ്സിങ് എൻ്റെ ജീവിതത്തിലുണ്ടായി. അത് ദൈവം സാധിച്ചു തന്നു എന്നുള്ളതാണ്. അതെ അതെ.
ചിത്ര ചേച്ചീനെ നേരിട്ട് കാണാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. കിട്ടിയിട്ടില്ല അല്ലേ? പക്ഷെ തീർച്ചയായിട്ടും ദൈവം തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത് തന്നെ അമ്മ കണ്ടിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. എനിക്കൊന്ന് US പോയപ്പോൾ അച്ഛനും അമ്മയും പെങ്ങളുടെ അടുത്ത് പോയപ്പം ചേച്ചിയായിട്ടൊരു കുറച്ചു നേരം സംസാരിക്കാൻ ഇടവരുത്തിയിട്ടുണ്ട്. പെങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴും ഗ്രൂപ്പായിട്ടൊരു ഫാമിലി ഒരു ആൽബം സോങ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഉണ്ട്, ചെയ്തിട്ടുണ്ട്. ഒരു 2 വർഷം മുമ്പ് ഒരു അമ്മ, ഞങ്ങളുടെ ഒരു ഫാദർ എഴുതിയതാണ്, അമ്മ മ്യൂസിക് ചെയ്തു. അപ്പോൾ അമ്മയ്ക്ക് തന്നെ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ പെങ്ങളും ഞാനും പാടണം എന്നുള്ളത്. പെങ്ങളുടെ പേര് സീന മണിമല എന്നാണ് അറിയപ്പെടുന്നത്. മനോഹരമായിട്ട് പാടുന്നു. അപ്പോൾ അങ്ങനെ അമ്മ ചെയ്ത മ്യൂസിക്കിൽ ഞങ്ങൾ രണ്ടുപേരും ആ പാട്ട് പാടി. അതിന്നും ചില ദേവാലയങ്ങളിലൊക്കെ പാടുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എവിടെ? US-ലാണ്. അപ്പം ഞങ്ങൾ US-ലാണ്, ന്യൂയോർക്കിലാണ് അവര്. അളിയനും 3 കുട്ടികളുണ്ട്. ഒരു ഡാൻസർ കൂടിയാണ്. ക്ലാസിക്കൽ നന്നായിട്ട് പഠിച്ചു. പിന്നെ സമയം കിട്ടുന്നതനുസരിച്ച് പ്രോഗ്രാം അവതരിപ്പിക്കാറുണ്ട്, ഡാൻസ് അതുപോലെ തന്നെ പാട്ടും. ഞങ്ങളുടെ മൂത്ത മോളും നല്ല ഡാൻസറാണ്. ഒരു കലാകുടുംബം തന്നെയാണ് അച്ഛൻ്റെ. ശരിക്കും പറഞ്ഞത് വലിയൊരു ബ്ലെസ്സിംഗ് ആണ്. വലിയൊരു ബ്ലെസ്സിംഗ് ആണത്. ഒരുപാട് പേര് പാടിയിട്ടുണ്ടല്ലോ. ഇപ്പം MG ശ്രീകുമാരൻ സാറ്, മധു ബാലകൃഷ്ണൻ. തീർച്ചയായിട്ടും അതും എൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ വലിയൊരു അനുഗ്രഹമാണ്. കാരണം നമുക്കറിയാം, ഞാൻ ജയേന്ദ്രൻ മാഷിൻ്റെ കാര്യം പറഞ്ഞു, നമുക്ക് കിട്ടുന്ന ഏറ്റവും ഒരു അപ്പം ദാസേട്ടൻ നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇതെല്ലാം ദൈവത്തിൻ്റെ കീഴിലാണ്. അപ്പോൾ ജയേന്ദ്രൻ മാഷ് മനോഹരമായിട്ടാണ് പാടി. അതുപോലെ തന്നെ നമ്മുടെ മധുചേട്ടൻ, വിജയനാരായണൻ ചേട്ടൻ, അതുപോലെ KG മാർക്കോസ് സാറ്, കെസ്റ്റർ, ചിത്രാരുണ്, സുജാത ചേച്ചി, അങ്ങനെ നിരവധി ഒത്തിരി ഗാനങ്ങൾ, വിൽസം പിറവം, അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് മിഥുന മൈക്കിൾ, ഇങ്ങനെയുള്ള ഒത്തിരി നിരവധി ഗായകർ പാടുവാൻ സാധിച്ചിട്ടുണ്ട്. അവരോടൊപ്പം ആ ഒരു നല്ല ആത്മീയ ബന്ധങ്ങളൊക്കെ ഇന്നും കാത്തു സൂക്ഷിക്കുവാനായിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും സന്തോഷം, എൻ്റെ അമ്മയുടെ പാട്ടാണെങ്കിലും എനിക്ക് നമ്മുടെ ഉണ്ണിമേനോൻ ചേട്ടനുമായിട്ടുള്ള ആ ഒരു നല്ലൊരു ബന്ധം ഇന്നും. അമ്മയുടെ പാട്ട് ഒരു 5 വർഷം മുമ്പാണ് പാടിയത് മദ്രാസിൽ. പക്ഷേ അന്ന് തൊട്ടുള്ള ബന്ധം ഇന്നും ഉണ്ട് ഉണ്ണിമേനോൻ ചേട്ടൻ. കാരണം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഗായകന്മാരിൽ ഒരാളാണ് ഉണ്ണിമേനോൻ ചേട്ടൻ. അതൊരു ഈ അച്ഛൻ കമ്പോസ് ചെയ്ത പാട്ടിൽ ഭയങ്കര ക്ലോസസ്റ്റ് ടു ദ ഹാർട്ട് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? എല്ലാം ഒരേപോലെ അച്ഛന് ഇഷ്ടമുള്ള പാട്ടുകളായിരിക്കും, പക്ഷെ ഒരു ഒത്തിരി സ്നേഹം കൂടുതൽ അതായത് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ നമ്മുടെ ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള പാട്ടുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ദിവ്യകാരുണ്യത്തെക്കുറിച്ചുള്ള ഒത്തിരി, എനിക്കതൊരു വേറൊരു അനുഭവത്തിലേക്ക് എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അതായത് നമ്മൾ പരിശുദ്ധ കുർബാനയുടെ ഇടയിൽ നമ്മൾ യേശുവിനെ നമ്മൾ സ്വീകരിക്കുന്ന ആ ഒരു അനുഭവം ഉണ്ടല്ലോ. അങ്ങനെയുള്ള നിരവധി പാട്ടുകളെ ചെയ്യുവാനായിട്ട് ഇടവന്നിട്ടുണ്ട്. അതിനെ കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിന് തന്നെ ഒരു സന്തോഷം, ഒരു പ്രത്യാശയൊക്കെ, ഒരു ഹോപ്പ് കിട്ടുന്ന ഒത്തിരി അനുഭവങ്ങൾ. ഏറ്റവും കൂടുതൽ അച്ഛൻ പഴയ പാട്ടുകളൊക്കെ മറ്റേ ഫിലിം സോങ്സ് ഒക്കെ കേൾക്കാറില്ലേ? ഫിലിം സോങ്സ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ദാസേട്ടൻ്റെ പാട്ടുകൾ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ അതിൽ നമുക്കറിയാലോ ഒത്തിരി സംവിധായകരുണ്ട്, മ്യൂസീഷ്യൻസ്. രവീന്ദ്രൻ മാഷിൻ്റെ ചില പാട്ടുകളൊക്കെ ഇന്നും എൻ്റെ മനസ്സിലേക്ക്, ചില പാട്ടുകൾ ഇന്നും കേൾക്കുമ്പോൾ ഞാനവിടെ കേട്ടിരിക്കാറുണ്ട്. ഞാൻ പാടിയിട്ടുമുണ്ട് സ്റ്റേജിലൊക്കെ. അതുപോലെ ദാസേട്ടൻ നമുക്കറിയാലോ ആ ഒരു ദൈവം കൊടുത്തിരിക്കുന്ന ആ സ്വരത്തിൽ എപ്പോഴും കേൾക്കുവാനും. അച്ഛന് ഇഷ്ടപ്പെട്ട ഒരു ദാസേട്ടൻ്റെയോ അല്ലെങ്കിൽ 4 വരി ഒരു പാട്ട്? തീർച്ചയായിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു അരയന്നങ്ങളുടെ വീട് ആണെന്ന് എനിക്ക് തോന്നുന്നു. മമ്മൂക്ക അവതരിപ്പിച്ച നല്ലൊരു കഥാപാത്രം. രവീന്ദ്ര മാഷിൻ്റെ മനോഹരമായ ഒരു സംഗീതം, ദാസേട്ടൻ പാടിയിരിക്കുന്നത്. എനിക്കൊന്നത് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ പാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ബേസ് നോട്ടും പിന്നെ അതിൻ്റെ വരികൾ, ആ ഒരു ആലാപന ശൈലി, മ്യൂസിക്, അത് നമ്മുടെ വേറൊരു അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നൊരു പാട്ടാണ്. ഞാനതൊന്ന് പാടാൻ ശ്രമിക്കാം. മനസ്സിൻ മണിച്ചിമിഴിൽ പനി നീ തുള്ളിപ്പോൽ വെറുതെ പെയ്തു നിറയും രാത്രി മഴയായി ഓർമ്മകൾ. മനസ്സിൻ മണിച്ചിമിഴിൽ പനി നീ തുള്ളിപ്പോൽ വെറുതെ പെയ്തു നിറയും രാത്രി മഴയായി ഓർമ്മകൾ.
മനസ്സിൻ മണിച്ചിമിഴിൽ ഓ ഭയങ്കര ഫീലോട് കൂടി അച്ഛൻ പാടി കേട്ടോ, നല്ല ശബ്ദം. ഇതെനിക്ക് ഒത്തിരി എൻ്റെ പലപ്പോഴും ഞാൻ ഈ പാട്ട് കേൾക്കുമ്പോൾ ഒരു നമുക്കറിയാലോ നൊസ്റ്റാൾജിയ, ആ ഒരു ഫാമിലി ബോണ്ടിങ് ഉള്ള ഒരു കഥയും കൂടെയാണല്ലോ ആ സിനിമ. ഭയങ്കര സോളാണ് ആ ഒരു ഫിലിമും അതുപോലെയാണ്. അപ്പം എന്ത് രസമായിട്ട് ആ വരികള്, രവീന്ദ്രമാഷിൻ്റെ സംഗീതം, ദാസേട്ടൻ്റെ ആലാപനം, നമുക്കൊന്നും പറയാനില്ല ഇതിൽ വാക്കുകൾ. ഞാൻ അതിലൊരു ചെറിയൊരു ശ്രമം നടത്തിയിട്ടുള്ളൂ, പക്ഷെ എനിക്ക് അയ്യോ ഭയങ്കര ഫീലായിരുന്നു അച്ഛൻ പാടുമ്പോൾ. അച്ഛൻ ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ പാടണം ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, സിനിമ പ്രത്യേകിച്ച് സിനിമാ പാട്ടുകളും ഫിലിം സോങ് അതിലൊത്തിരി നല്ല പാട്ടുകൾ എത്രയോ അല്ലേ നമ്മള് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടത്. അതേപോലെ ഒരു രാത്രി അച്ഛൻ ഒരു രാത്രി എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണ് വിജയ സാറിന്റെ. അത് ഇതുപോലെ വേറൊരു അനുഭവമാണത്. അതിന്റെ ഒരു 4 വരി. ഒരു രാത്രി കൂടി വിടവാങ്ങവേ ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ പതിയെ പറന്നരികിൽ വരും അഴകിൻ്റെ തൂവലാണു നീ. ഒരു രാത്രി കൂടി വിടവാങ്ങവേ ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ പതിയെ പറന്നരികിൽ വരും അഴകിൻ്റെ തൂവലാണു നീ. ഒരു രാത്രി കൂടി വിടവാങ്ങവേ. ഈ പാട്ടും നമ്മൾ കേൾക്കുമ്പോൾ അല്ലേ അതിന്റെ എത്ര കേട്ടാലും നമുക്ക് മടുക്കാത്ത അതിന്റെ ഓർക്കസ്ട്രേഷൻ ആണെങ്കിലും ഒരു അച്ഛൻ എനിക്ക് തോന്നുന്നു മോർ ദാൻ 300 ഏകദേശം 310ഓളം പാട്ടുകൾ ഇതുവരെ മലയാളത്തിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലെ 2 പാട്ട് 3 പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. അത് ഒരെണ്ണം ഇറങ്ങിയിട്ടില്ല. ഇത്രയും പാട്ടുകൾ ചെയ്യാനായിട്ട്. ഹിന്ദിയിൽ എത്ര പാട്ട് ചെയ്തിട്ടുണ്ട്? ഹിന്ദിയിൽ ഏകദേശം ഒരു എനിക്ക് 55 പാട്ടുകളോളം ചെയ്തിട്ടുണ്ട്. കാരണം നോർത്ത് ഇന്ത്യയിൽ ആയിരുന്ന സമയത്താണെങ്കിലും അതിൽ കുറച്ച് പാട്ടുകൾ വളരെ പോപ്പുലർ അവിടെ പാടുന്നുണ്ട്. നോർത്ത് ഇന്ത്യയിൽ കൂടുതൽ പാടുന്നുണ്ട്. പിന്നെ ഞാൻ കേരളത്തിൽ ഇവിടെ ഈ ഹിന്ദിക്കാരുണ്ടല്ലോ ഇവിടെ നമ്മുടെ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ഇവിടെ ജോലി ചെയ്യുന്നവർ, അപ്പോൾ അവരുടെ കമ്മ്യൂണിറ്റിയിൽ പോയപ്പോഴൊക്കെ ആ പാട്ടുകൾ കേൾക്കാനിട വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് നല്ലൊരു പാട്ടായിട്ട് എനിക്ക് തോന്നുന്നു. അതിൽ ആ CD തന്നെ രാശാ കിരൺ എന്നുള്ള പേരിലായിരുന്നു ആ CD ഇറങ്ങിയത്. ഞാനിവിടെ പഠിക്കുന്ന സമയത്തായിരുന്നു. അതിൽ നമ്മുടെ ഗായത്രി 2 പാട്ടുകൾ അതിൽ മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. ഗസൽസും കച്ചേരിയൊക്കെ അച്ഛൻ കേൾക്കാറുണ്ടോ? എനിക്ക് കേൾക്കാറുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഗസൽസ് കച്ചേരികൾ. ഞാൻ വൈകുന്നേരങ്ങളിൽ സമയങ്ങളിൽ ഇവിടെ ഞാൻ കിടക്കുന്ന അവസരത്തിലും ഹെഡ്ഫോൺ വെച്ച് കുറേ നേരം ഗസൽസ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, ഒത്തിരി കേൾക്കാറുണ്ട്. അതേപോലെ ഗ്രിഗോറിയൻ മ്യൂസിക്കിലോട്ട് അതിലൂടെ എനിക്ക് താല്പര്യമാണ്, ഒത്തിരി ചെയ്യാറുണ്ട് ഇടയ്ക്ക്. പിന്നെ ഇടയ്ക്ക് ഞങ്ങളെ ഇപ്പം വിപിനച്ചൻ എൻ്റെ ഒരു ബാച്ച്മേറ്റ് ആണ്, അദ്ദേഹം എൻ്റെ പാട്ട് 1-2 പാട്ടുകൾ അദ്ദേഹം പാടിയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ അതിനുവേണ്ടി പരിശ്രമിക്കാറുണ്ട്. കമ്പോസ് ചെയ്ത പാട്ടിൽ ചാലഞ്ചിങ് ആയിട്ടുള്ള വല്ല പാട്ടുകളും വന്നിട്ടുണ്ടായിരുന്നു കമ്പോസ് ചെയ്യുമ്പം? എനിക്ക് 1-2 പാട്ടുകൾ അങ്ങനെ വന്നിട്ടുണ്ട് ജീവിതത്തിൽ ചലഞ്ച്. അതായത് ഇപ്പം മുമ്പേ പറഞ്ഞ പോലെ ഈ ദിവ്യകാരണത്തിൻ്റെ ചില പാട്ടുകൾ ആ രീതിയിൽ വന്നിട്ടുണ്ട്. എനിക്കൊന്ന് 2 പാട്ടുകളോളം അങ്ങനെ വന്നിട്ടുണ്ട്. ചെറിയൊരു ചലഞ്ചിൽ ഇതിലേക്ക് വന്നിട്ടുണ്ട്. ആണല്ലേ? എനിക്കിന്റെ അച്ഛൻ്റെ ഹിന്ദി ഡിവോഷണൽ അച്ഛൻ കുറെ ചെയ്തെന്ന് പറഞ്ഞല്ലോ. എനിക്ക് അച്ഛന് ഇഷ്ടപ്പെട്ടിട്ടുള്ള എല്ലാ പാട്ടുകളും അച്ഛന് ഇഷ്ടമാണ്, പക്ഷെ കുറച്ചും കൂടെ ഒരു പിടി ഇഷ്ടം കൂടുതലുള്ള ഒരു ഹിന്ദി ഇതിലൊരു ഡിവോഷണൽ സോങ്ങിന്റെ ഒരു 4 വരി. അതിന് മുമ്പായിട്ട് എനിക്ക് ഹിന്ദി ലാംഗ്വേജ്, നമുക്കറിയാം നമ്മുടെ രാഷ്ട്രഭാഷ ഹിന്ദിയാണല്ലോ. ഓഫ്കോഴ്സ് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ആയിരുന്നു. അതുകൊണ്ടായിരിക്കാം. പിന്നെ ഹിന്ദി എനിക്ക് ഇഷ്ടമാണ്. പിന്നെ നോർത്ത് ഇന്ത്യയിൽ പോയിട്ടാണ് കുറച്ചുകൂടെ നമ്മൾ സംസാരിച്ച് കേട്ട് ഹിന്ദി എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഒരു ഇതൊക്കെ സംസാരിക്കുമായിരുന്നു, നമുക്കത് വേണമല്ലോ. അപ്പം എന്നോട് പലരും പറയാറുണ്ട്, ഇപ്പം മെട്രോ സ്റ്റുഡിയോയിലൊക്കെ വരുമ്പോൾ ഞാൻ റെക്കോർഡിങ്ങിനായിട്ട് വരുമ്പോഴൊക്കെ അവിടുത്തെ സൗണ്ട് എഞ്ചിനീയർ ഷിയാസിക്ക എന്ന് പറഞ്ഞൊരു സഹോദരൻ, അദ്ദേഹം എപ്പോഴും എന്നെ പറയാറുണ്ട്, അച്ഛൻ്റെ ഹിന്ദി നല്ലതാണ്, ഇടയ്ക്കിടയ്ക്ക് പാടണം ഹിന്ദിയിലൂടെ. അപ്പോൾ അത് നമുക്കും അറിയാം, നമ്മൾ കേൾക്കുമ്പോഴാണല്ലോ നമ്മൾ മറ്റുള്ളവർ പറയുമ്പോൾ അത് കൂടുതൽ നമ്മളെ വളർത്താൻ വേണ്ടിയാണെന്നുള്ളൊരു ബോധ്യം. അപ്പോൾ പിന്നീട് അങ്ങനെ ഒത്തിരി പാട്ടുകൾ റെക്കോർഡിങ്ങിൽ കുറച്ച് 1-2 പാടിയിട്ടുണ്ടെങ്കിലും
മ്യൂസിക് ഒത്തിരി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പാട്ട് ഞാൻ ഡിവോഷണൽ ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ് ആണത്. അതൊരു ആരാധനയുടെ ഒരു ഗീതമാണ്. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് നമ്മുടെ ഒരു ഫാദർ, ഒരു ബിജു കരയെഴുത്ത് എന്നുള്ള ഒരു ഫാദറാണ് എഴുതിയിരിക്കുന്നത്. ഇത് ഒറിജിനലി റെക്കോർഡിങ്ങിൽ പാടിയിരിക്കുന്ന രഘുരാം എന്ന് പറഞ്ഞ നല്ല നമ്മുടെ കേരളത്തിലെ ഗസലൊക്കെ ഒത്തിരി പാടുന്നതാണ്. അദ്ദേഹമാണ് വോക്കൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ മ്യൂസിക് ചെയ്തു. അപ്പോൾ ഇത് ഓർക്കസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ജെസൻ ആൻ്റണി, നമുക്കറിയാം ദാസേട്ടൻ്റെ ഒരു ശിഷ്യനാണ്, ഗിറ്റാറിസ്റ്റാണ്. ജെൻസി ചേച്ചിയുടെ ബ്രദറാണ്. इस पावन रोटी तो जब जब मैं देखता हूँ तब याद आता है तेरा वचन. इस पावन रोटी तो जब जब मैं देखता हूँ तब याद आता है तेरा वचन. मैं तेरे साथ रहूँगा, मैं तेरे साथ रहूँगा. आराधना हो, आराधना हो, प्रभु तेरी आराधना. आराधना हो, आराधना हो, प्रभु तेरी आराधना. इस पावन रोटी तो जब जब मैं देखता हूँ तब याद आता है तेरा वचन. നല്ലൊരു ഡിവൈൻ ഫീൽ ഉള്ള ഒരു പാട്ട്. അതൊരു എല്ലാവരും ഇങ്ങനെ ഒരു പറയാറുണ്ട്. അപ്പോൾ നമ്മൾ വൊക്കേഷനെ കുറിച്ച് പറഞ്ഞു, മ്യൂസിക്കിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഇന്നത്തെ യൂത്ത് ലൈഫ് നേരിടുന്ന ഒരു ടോപ്പിക്കാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. ഇപ്പം ഒരു സ്പിരിച്വൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു ക്വാളിറ്റീസ് എന്തൊക്കെയാണ് ഒരു നല്ലൊരു ഫ്രണ്ടിന് അല്ലെങ്കിൽ നല്ലൊരു സുഹൃത്തിന് വേണ്ട ക്വാളിറ്റീസ് ചോദിക്കുകയാണെങ്കിൽ ഇന്ന്? കാരണം ഇപ്പം നമ്മൾക്കറിയാം ഈ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വളരെ ഒരു ചലഞ്ചസ് ആയിട്ടുള്ളൊരു കാലഘട്ടത്തിലൂടെ നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നു അല്ലേ. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്നത്തെ ലോകത്തിൽ ഞാൻ ഒത്തിരി പേര് ഫ്രണ്ട്സിനെ, കാരണം ആ ഒരു കൂട്ടുകെട്ട് നല്ല ഹെൽത്തി ആയിരിക്കും ഫ്രണ്ട്ഷിപ്പ് ഇന്നും കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അത് യാത്രയിലായിരിക്കാം, ഫ്ലൈറ്റ് ജേണിയിലായിരിക്കാം, ട്രെയിൻ യാത്രയിലായിരിക്കാം, ബസ്സിലൂടെ ആയിരിക്കാം. ഒത്തിരി നല്ല ബന്ധങ്ങൾ എനിക്കിന്ന് ഈ നമ്മുടെ ഫോണുകളിൽ അല്ലെങ്കിൽ നിരമ്പ്രതി ഉണ്ട്. പക്ഷേ നല്ല സുഹൃത്തിനെ കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതെനിക്ക് തോന്നിയിരിക്കുന്നത് ഇപ്പം ഞാൻ എൻ്റെ പ്രീസ്റ്റ് ലൈഫിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം അവരുടെ ജീവിത സാഹചര്യങ്ങൾ നമുക്കറിയാം. ഓരോ കുട്ടികളുടെ അവരുടെ ഹൃദയത്തിൽ നല്ല ആഗ്രഹത്തോടുള്ള കുട്ടികളായിരിക്കാം. പക്ഷെ അവരെ നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഒരു ജീവിതത്തിൽ നിന്ന് കുറച്ചൊക്കെ ഒരു വേരിയേഷൻസ് ഉള്ളവരായിരിക്കാം. പക്ഷെ ഒറ്റ നോട്ടത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അവരുടെ ഉള്ളിലേക്ക് നമ്മളൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരത് തുറന്നു വയ്ക്കും. എനിക്ക് ഒത്തിരി അനുഭവമുണ്ട്. എന്നോടൊപ്പം ഞാൻ വൊക്കേഷൻ പ്രൊമോട്ടറായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ആലുവയിലായിരിക്കുന്നത്. ഓഫ്കോഴ്സ് അതിലൂടെ മ്യൂസിക് മിനിസ്ട്രി ചെയ്യുന്നു. അതെന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഈ മ്യൂസിക് മിനിസ്ട്രി ചെയ്യുന്നതോടൊപ്പം കുട്ടികൾ ഒത്തിരി പേര് എൻ്റെ അടുത്തേക്ക് വന്ന് അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വെച്ചാൽ ഞാനിങ്ങനെ ആയിരുന്നു, എനിക്കൊരു പുതിയൊരു ജീവിതത്തിലേക്ക് വരണം, നല്ലൊരു ബന്ധത്തിലേക്ക് ഇനി പോകാനായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷെ അവർ നന്നായിട്ട് പോയിട്ടുള്ളതായിട്ട് ഞാൻ പിന്നെ കണ്ടിട്ടുണ്ട്. ഞാൻ സ്വീകരിക്കുന്നുണ്ട് കുട്ടികൾ അങ്ങനെ വന്നിട്ടുമുണ്ട് നമ്മുടെ സഭയിലേക്കും. പക്ഷേ നമ്മളവരെ മനസ്സിലാക്കണം എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. ഇന്ന് നമ്മൾ ഒരു കുട്ടി നമ്മുടെ അടുത്തേക്ക് വന്നാൽ നമുക്ക് ഇരിക്കാൻ സമയമില്ല, ഞാൻ ബിസിയാണ്. അപ്പോൾ ആ ഒരു സമയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ്. നമുക്ക് ആ ഒരു 2 മിനിറ്റ് ഇരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒറ്റ വാക്കായിരിക്കാം, ഒറ്റ സംസാരം കൊണ്ട് ആ ഒരു നല്ല ബന്ധങ്ങളെയാണ് നമുക്ക് കിട്ടുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മളെല്ലാവരും ചെയ്യേണ്ട ഒരു കടമയാണ് ഒരു കാലഘട്ടത്തിൽ. അല്ല, അതിനെനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ ഒരു വലിയൊരു ഉണ്ട് ഘടകമാണ്. ഇന്ന് നമ്മുടെ മീഡിയയിലൂടെയാണ് നമ്മളെല്ലാവരും. ഇപ്പോൾ നമ്മൾ ട്രെയിൻ യാത്ര പോകുമ്പോഴും ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, ചിലപ്പോൾ അങ്ങോട്ട് ചോദിക്കും പേരെന്താണ്, ഇങ്ങോട്ട് യാത്ര. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ ഒരു ആർട്ടിഫിഷ്യാലിറ്റി അല്ലെങ്കിൽ ഒരു കൃത്രിമമായിട്ടാണ് നമ്മൾ ആൻസർ കൊടുക്കുന്നത്. ചിലപ്പോൾ ഞാനും അങ്ങനെയായിരിക്കാം, ഇല്ലേ, ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷെ ഒന്ന് ചിന്തിച്ച് ചോദിക്കാം, നമ്മൾ ഫേസ് ടു ഫേസ് നമ്മൾ സംസാരിക്കുമ്പോഴും ഫോണിൽ കൂടി നമ്മൾ സംസാരിക്കുന്നതിൻ്റെ പോലെ വ്യത്യാസമാണ്. അപ്പോൾ അത് ഇന്നും എനിക്ക് നല്ല ബന്ധങ്ങൾ ഇന്നുമുണ്ട്. അപ്പോൾ എൻ്റെ ട്രെയിൻ യാത്രയിൽ തന്നെ ഇന്നും ആ വ്യക്തി എന്നോട് ഇടയ്ക്ക് കാര്യങ്ങൾ വിശേഷിച്ചറിയാറുണ്ട്. എന്തുകൊണ്ടാണ് നമ്മളത് ആ ഒരു നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ കിട്ടി. അവരെ നമ്മളൊന്ന് ചോദിച്ചു, മനസ്സിലാക്കി, അവരുടെ ബുദ്ധിമുട്ടുകൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ് ആയിരിക്കാം നമ്മൾ ഷെയർ ചെയ്തു. അപ്പോൾ അവർ ആ വേദനകൾ മറന്നു.
അപ്പോൾ ഒരു സുഹൃത്ത് ബന്ധത്തിലേക്ക് വരികയാണത്. പക്ഷേ ആ ഒരു ഹെൽത്തി ആയിരിക്കുന്ന ആ ഒരു ബന്ധം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ വരണമെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മളവരെ മനസ്സിലാക്കണം. ഇപ്പം നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് മാറുകയാണ്. അപ്പോൾ അവർക്കത് നമ്മളിലേക്ക് വരാനായിട്ട് സാധിക്കുന്നില്ല. ഈ ഒരു ബന്ധത്തിലൂടെ നമ്മൾ പോകുമ്പോൾ എന്നേക്കുമായിട്ടൊരു ബന്ധം കമ്മ്യൂണിക്കേഷൻ ഫിയർ അല്ലേ തീർച്ചയായിട്ടും ആ കമ്മ്യൂണിക്കേഷൻ നമുക്കത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലായിരിക്കുമ്പോഴും പരസ്പരം അറിയുവാനും മനസ്സിലാക്കുവാനുള്ള ഒരു മനസ്സുണ്ടായാൽ മതി. ഇപ്പം നമ്മുടെ യാത്രയിൽ തന്നെ എന്തുമാത്രം ആൾക്കാരെ നമ്മൾ കണ്ടുമുട്ടുന്നു. അതിൽ ഒത്തിരി പേര് കഴിവുള്ളവരായിരിക്കാം, പക്ഷെ പലരും മൂടി വയ്ക്കുന്നവരുണ്ട് അല്ലേ. അപ്പം ഒന്ന് കേൾക്കുവാനും നമുക്ക് കിട്ടിയ ഒരു അറിവെന്ന് അവരുമായിട്ട് പങ്കുവയ്ക്കുമ്പോണ്ടല്ലോ അവരൊരിക്കലും മറക്കിയില്ല നമുക്കത് പ്രശംസ കിട്ടാനല്ല എങ്കിലും ആ ഒരു ബന്ധത്തിലൂടെ നമുക്കൊരു പടുത്തുരുത്താൻ പറ്റും. അത് എൻ്റെ ഒരു കടമയാണത്. നമ്മുടെ എല്ലാവരുടെയും കടമകളാണ് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അല്ലേ. ഏത് മതസ്ഥരാണെങ്കിലും അവരെ ആ ഒരു പ്രിൻസിപ്പിള്, നല്ല കോൺസെപ്റ്റുകൾ നമ്മൾ എടുത്ത് അല്ലേ എന്തുമാത്രം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതൊരു അപ്പോൾ ഈ ഗോസ്പൽ സന്ദേശം പ്രചരിപ്പിക്കാൻ ഈ സംഗീതത്തിന് എത്രമാത്രം പങ്കുണ്ട്? ഈ ഒരു കാലഘട്ടത്തിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം എൻ്റെ ഒരു പ്രീസ്ലി മിനിസ്റ്റർ അനുഭവത്തിൽ എനിക്ക് പറയാൻ സാധിക്കും. ഇപ്പം ഞങ്ങൾക്കൊരു ബാൻഡുണ്ട്. ഉദാഹരണം നമുക്ക് ഞങ്ങളുടെ ജനറലേറ്റിൻ്റെ കോൺഗ്രിഗേഷൻ്റെ ജനറാളച്ചൻ്റെ ആ ഒരു കീഴിലാണത് വരുന്നത്. അപ്പോൾ അതിലൊത്തിരി എനിക്കത് 15-16ഓളം വൈദികരുണ്ട്, ഞാൻ ഉൾപ്പെടെ. അപ്പോൾ അതെനിക്ക് ഒരു 5-8 പാട്ടുകളോടെ ഞാൻ ആ ഗ്രൂപ്പിൽ പാടിയിട്ടുണ്ട്. സ്റ്റേജിലായിട്ടും നമ്മൾ വോയിസ് എടുത്തിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് നമ്മളത് അഭിനയിച്ച് നമ്മളൊരു ഡിവോഷൻ രീതിയിൽ ഒത്തിരി പേരിലേക്ക് അത് എത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയൊരു റെസ്പോൺസ് യൂട്യൂബിലൊക്കെ പലരും ഷെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ എന്നെ പേഴ്സണലായിട്ട് വിളിച്ചു. അതൊരു കൃത്രിമമല്ല, വളരെ നിങ്ങളുടെ ആ ഒരു മുഖഭാവങ്ങളിലും ആ പാട്ടിലുമൊക്കെ ഒത്തിരി യൂത്തിനെ നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈവൻ നല്ല കുട്ടികൾ പോലും വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ വൊക്കേഷൻ പ്രൊമോഷൻ അച്ഛൻ്റെ പാട്ടിൽ കേൾക്കാനിട വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി കണ്ടപ്പോൾ. അപ്പോൾ അത് നമുക്ക് കിട്ടുന്ന വലിയ സന്തോഷമാണല്ലോ. അതുപോലെ തന്നെ നമുക്കറിയാം ഈ ബാൻഡിലൂടെ ഈ ഒരു വചന പ്രഘോഷകരായി തീരുക, അതാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന ദൈവം തന്നിരിക്കുന്ന കഴിവുകൾ പല രീതിയിലുള്ളതാണ്. ഇതിൻ്റെ എല്ലാം അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് ദൈവത്തിലേക്ക് എത്തുക ഇതാണല്ലോ. അപ്പോൾ ഗോസ്പൽ ഇപ്പം നമ്മളെ ഒരു വൈദികനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഗോസ്പൽ പാസ് അല്ലെങ്കിൽ പ്രീച്ചിങ്, അപ്പോൾ കർത്താവിൻ്റെ യേശുവിൻ്റെ ആ അനുഭവത്തോടു കൂടി അത് ലോകത്തിലേക്ക് കൊടുക്കുക എന്നതാണ്. ഏത് മതത്തിലാണെങ്കിലും ആ ഒരു നല്ല പ്രിൻസിപ്പിൾസ് ലോകത്തിലേക്ക് കൊടുക്കുക. നല്ല ആശയങ്ങളായിരിക്കാം, നല്ല ഭാവനകളായിരിക്കും ഇതൊക്കെ. അപ്പോൾ എനിക്കത് ഒത്തിരി സന്തോഷം തോന്നിയിട്ടുണ്ട്. കാരണം നമ്മുടെ ഒരു പ്രീച്ചിങ് അല്ലെങ്കിൽ ഗാനത്തിലൂടെ ആകുമ്പോൾ 2 പേരാണെങ്കിലും അവരത് എൻജോയ് ചെയ്തു, അവരുടെ ജീവിതത്തിൽ സന്തോഷം കിട്ടി, ഒരു ഇന്നർ ജോയ്. അപ്പോൾ അവരത് എൻജോയ് ചെയ്യുമ്പോൾ അവർ പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഞാനല്ലെങ്കിലും ഞാനൊരു അവസാനം ഇൻസ്ട്രുമെൻ്റ് മാത്രമാണ് ദൈവത്തിൻ്റെ മുമ്പാകെ. പക്ഷെ എന്നിലൂടെ അത് ലോകത്തിലേക്ക് കിട്ടി. ഇപ്പോൾ ഞാൻ ചിലപ്പോൾ ചില പള്ളികളിലൊക്കെ പൂജ ചെയ്യാൻ പോകുമ്പോൾ, കുർബാന അർപ്പിക്കാൻ പോകുമ്പോഴൊക്കെ ഞാൻ ചെയ്ത പാട്ടുകൾ തന്നെ കൊയറിൽ പാടാനിട വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ നമ്മുടെ ചിത്രാരുൺ ഇത് തന്നെ ചിത്രാരുണ് എന്നോട് ഒരു പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെയ്തൊരു പാട്ട് തന്നെ ദിവ്യകാരണത്തെക്കുറിച്ച് ഒരു പാടി. അപ്പോൾ ചിത്രാരുൺ, അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ആ കുർബാനയെക്കുറിച്ച് അറിയുവാനും കാണുവാനുമുള്ളൊരു ആഗ്രഹം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു അനുഭവം എന്ന് പറയുന്നത്. അത് ഇന്ന് അത് യൂത്ത് ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികൾക്ക് ആവശ്യമുള്ള കാര്യം കൂടിയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, വലിയൊരു ഇൻസ്പിറേഷനാണ് അവർക്ക്. ഒത്തിരി പേര് പ്രത്യേകിച്ച് മ്യൂസിക് അതിന് വലിയൊരു റോളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് ഇന്ന് യൂത്ത് പ്രത്യേകമായിട്ടും നമ്മുടെ ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള പാട്ടുകൾ കേൾക്കുമ്പോഴും അവർക്കൊരു വേറൊരു അനുഭവത്തിലേക്ക് അവർ കടന്നു വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഒത്തിരി നമ്മുടെ പ്രീസ്റ്റ്ഹുഡിലേക്ക് വന്നവരുണ്ട്, എനിക്കറിയാം. അങ്ങനത്തെ കുട്ടികൾ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്നും ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ നമ്മുടെ ബാധ്യസ്ഥരാണ്. ഇപ്പോൾ ഒത്തിരി കുട്ടികൾക്ക് ടാലന്റ് ഉണ്ട്, പക്ഷെ അത് കറക്റ്റ് ഒരു ഡയറക്ഷനോട്ട് പോകണം എങ്ങനെയാണെന്ന് അവർക്ക് അറിയുന്നില്ല. അതെങ്ങനെയാണ് അവർ കറക്റ്റ് ചെയ്യണത്? അത് എനിക്കറിയാം. എനിക്ക് വ്യക്തിപരമായ കുറച്ച് ഇതുപോലെ കഴിവുള്ളവരെ എനിക്ക് നമ്മുടെ കോൺഗ്രിഗേഷൻ ഉള്ളവരെ അറിയാം, അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ളവരെ കൂട്ടുകാരെ അറിയാം. എൻ്റെ കുടുംബത്തിൽ തന്നെ അമ്മയുടെ വീട്ടുകാർ, അച്ഛൻ്റെ വീട്ടുകാരിലൊക്കെ പാടുവാൻ കഴിവുള്ളവർ, ഡാൻസിന് കഴിവുള്ളവർ ഞാൻ പലപ്പോഴും നോട്ട് ചെയ്തിട്ടുണ്ട്.
ഈവൻ നമ്മൾ ഡബ്ബിങ് ആർട്ടിസ്റ്റുകളെ കുറിച്ച് ഞാൻ ചിലപ്പം പ്രൊമോട്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ കോളേജിൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇപ്പോൾ പെൺകുട്ടികളോട് ഞാൻ ചോദിക്കാറുണ്ട്, സഹോദരിക്ക് നല്ല വോയിസാണ്, ഈ ഡബ്ബിങ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് കേട്ടോ. ഞാനത് മനസ്സിലാക്കി. കാരണം ആ കുട്ടിക്ക് നല്ലൊരു, നമുക്കറിയാലോ, തന്മയത്വമായിട്ട് പറയുവാനും ആ ഒരു വോയിസ് അവിടെ അവതരിപ്പിക്കാനുള്ള കഴിവ് ഞാൻ പലപ്പോഴും അങ്ങനെ സംസാരിച്ചിട്ടുണ്ട് അവരോട്. അപ്പോൾ അവർക്ക് കിട്ടുന്ന വലിയൊരു കോൺഫിഡൻസ് അതിലുണ്ട്, വലിയൊരു ആത്മധൈര്യം നമ്മൾ പറയുമല്ലോ. എനിക്ക് ആ ഒരു ആത്മധൈര്യം അവരെ വീണ്ടും മുമ്പോട്ട് നയിക്കും. അത് അവരിലുണ്ടാകാം, പക്ഷെ അവർക്കൊരു സ്വഭാവം ഉണ്ടാകാം, ഞാനത് ശരിയാവും, ഒരു പേടിയായിരിക്കും, ഞാനങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവും, അല്ലെങ്കിൽ ഒരു പേടി. പക്ഷേ ഒരു വ്യക്തി അവരെ കഴിഞ്ഞാൽ നന്നായിരിക്കുന്നു, ചെയ്യാൻ സാധിക്കും. ഇത് നമുക്ക് പുറകിൽ നിന്ന് കിട്ടുന്ന വലിയൊരു സപ്പോർട്ട് ശക്തിയാണത്. ഇത് നമ്മുടെ പലപ്പോഴും നമ്മളതിനെ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളത് സ്കൂളിലായിക്കോട്ടെ, കോളേജിലായിക്കോട്ടെ, നമ്മുടെ വീട്ടിലായിക്കോട്ടെ, സൊസൈറ്റിയിലായിക്കോട്ടെ, നമ്മൾ അങ്ങനെയുള്ള ഉള്ളവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ഒറ്റ പ്രാവശ്യം അവർ ഇപ്പോൾ ഒരു സ്റ്റേജിലൊരു പാടിക്കഴിഞ്ഞാൽ അവർ പറയും, എനിക്ക് ഇന്ന് പാടിയപ്പോൾ ഇത്രയും ഓഡിയൻസ് ഉണ്ടായിരുന്നു, ആദ്യം ഒരു പേടി തോന്നിയെങ്കിലും 1-2 പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ എനിക്കൊരു ആത്മധൈര്യം കിട്ടി. പിന്നീട് അവരുടെ അവസരങ്ങൾ, അവരുടെ കഴിവ് അതിലൂടെ കൂടുതലായിട്ട് നല്ല രീതിയിൽ പോകാനുള്ള ഒരു ആത്മധൈര്യത്തിലേക്ക് അവരെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ റിയാലിറ്റി ഷോസ് ഒക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ ഒത്തിരി പേർക്ക്. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ TV, ഇന്നിപ്പോൾ മീഡിയയിൽ എത്ര കുട്ടികളാണ്, കുഞ്ഞു കുട്ടികൾ. ഇപ്പം നമ്മളൊക്കെ പഠിക്കുന്ന നമ്മുടെ ചെറുപ്പത്തിലേക്ക്, ബാല്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ കുറവായിരുന്നു. ഇന്ന് മീഡിയ ശക്തമാണ്. എത്രയോ കുഞ്ഞു കുട്ടികൾ വളരെ ആത്മധൈര്യത്തോടെ പേടിയില്ലാതെ പാടുന്നു. പേടിയില്ലാണ്ട് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ ആൻസർ കൊടുക്കുകയാണ്. പക്ഷെ അതിൽ പേരൻസിന് വലിയ റോൾ ഉണ്ട് കേട്ടോ അതിൽ. കാരണം 24 hours അവരവരുടെ കൂടെ, അവർക്ക് ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിലും മക്കളോടൊപ്പം ഫോക്കസ് ചെയ്ത് അവരെ വളർത്തി, അത് വലിയൊരു കാര്യമാണ്. ബാലൻസ് ചെയ്ത് പോകുക, പഠിത്തവും പാട്ടും എല്ലാം ബാലൻസ് ചെയ്ത്. അത്ര എളുപ്പമുള്ള കാര്യമല്ല, പക്ഷേ അതാണല്ലോ ഒരു വലിയൊരു ഡെഡിക്കേഷനാണത്. അതെ. ഇപ്പം ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സെൽഫ് വർത്ത് നമുക്ക് എല്ലാവർക്കും കുറയുന്ന പോലെയാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. ഇപ്പം എല്ലാവരും ലൈക്സിന്റെ പുറത്തും കമന്റ്സിന്റെ പുറത്താണ് ഇപ്പം അത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റിയൽ ലൈഫും ഇപ്പം ഈ ഓഫ്ലൈൻ ലൈഫ് അല്ലെങ്കിൽ ഓൺലൈൻ ലൈഫ്, അത് ബാലൻസ് ചെയ്ത് പോണത് എങ്ങനെ ബാലൻസ് ചെയ്ത് പോകും? ഇപ്പോൾ ഒരു സത്യത്തെക്കുറിച്ച്, ഞാനൊരു എക്സ്ട്രീമിലേക്ക് പോകുന്നില്ല, സത്യത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണ്. ഒരു ഇൻസിഡൻറ്റ്, ഒരു സംഭവം ഉണ്ടായി. അതിൽ ആ വ്യക്തി, ഒരു പർട്ടിക്കുലർ വ്യക്തി, ഞാൻ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നില്ല, ഒരു വ്യക്തി തെറ്റുകാരനായി, ആരെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ നമ്മുടെ മീഡിയയിൽ വരികയാണ്, അദ്ദേഹത്തെക്കുറിച്ച് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും, അദ്ദേഹം അങ്ങനെ ചെയ്തു, അല്ലെ ഒരു ഗ്രൂപ്പ് പറയുന്നു അദ്ദേഹം അത് ചെയ്തില്ല. അപ്പോൾ അവിടെ ഒരു സത്യമുണ്ടല്ലേ, ഇൻ ബിറ്റ്വീനിൽ ഇടയിലൊരു സത്യമുണ്ട്. ആ സത്യം നമുക്ക് ആർക്കും അറിയുന്നില്ല. നമ്മളൊരു ചെയ്ത് കാണിയല്ല എന്ന് നമ്മൾ വിശ്വസിക്കും. പക്ഷേ യഥാർത്ഥമായിട്ട് അപ്പോൾ അതിലെന്തെങ്കിലും ഒരു അർത്ഥമുണ്ടോ, അത് സത്യമാണോ എന്ന് ഞാനിങ്ങനെയാണ് അറിയുന്നത്. ഇതൊരു ശുഭാപ്തി വിശ്വാസം എന്ന് വേണം നമുക്ക് പറയാം, അല്ലേ? എനിക്ക് തോന്നുന്ന ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പലപ്പോഴും മീഡിയയിൽ ചില കാര്യങ്ങൾ നമ്മൾ അറിയാതെ ഒരു വ്യക്തിയെ നമ്മൾ മുൻകൂട്ടി പഴിചാരും, അല്ലേ? ആ വ്യക്തി അങ്ങനെ ചെയ്തതാണ്, നമ്മൾ ഇമ്പോസ് ചെയ്ത് ആ വ്യക്തി അങ്ങനെ വെക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന് വീണ്ടും അതിൽ നിന്ന് തിരിച്ചു വരാനായിട്ട് സാധിക്കില്ല അങ്ങനെ വരുമ്പോൾ. എന്തുമായിക്കോട്ടെ, പക്ഷേ ആസ് എ ഹ്യൂമൻ എൻ്റെ ഒരു റൈറ്റ്, എൻ്റെ ഒരു കടമയെന്ന് പറയുന്നത്, അദ്ദേഹം തെറ്റുകാരനാണെങ്കിലും തെറ്റുകാരനല്ലെങ്കിലും ആ ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് രണ്ട് ഭാഗത്ത് നമുക്കറിയാം. പക്ഷേ ഇതിനെ ബാലൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ എന്നിലേക്ക് തന്നെ ചിന്തിക്കുക, ഞാനും ഇത്തരത്തിലുള്ളവളായിരിക്കാം. എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ തന്നെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ആ ഒരു മനോഭാവം എനിക്ക് കിട്ടും. ഞാനെടുക്കുന്ന രീതി അതാണ്. കാരണം മനുഷ്യൻ നമ്മളെല്ലാവരും ഒരു പല രീതിയിലുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരാണ്. തെറ്റുകളെല്ലാവർക്കും സംഭവിക്കുന്നതാണ്. പക്ഷേ ഒരു മനുഷ്യൻ എന്ന നിലയിൽ മനുഷ്യ സഹജമാണ് നമ്മൾ വിമർശിക്കുക എന്ന് പറയുന്നത്. വിമർശനമൊക്കെ ആ ഒരു മനുഷ്യനെ നന്മയിലേക്ക് കൊണ്ടുപോവുക എന്നത് തെറ്റില്ല. പക്ഷേ നമ്മൾ ഇമ്പോസ് ചെയ്ത് വെക്കുമ്പോൾ അദ്ദേഹത്തിന് കരകയറാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ സമൂഹം നമുക്കറിയാലോ, നമ്മളൊന്നും അറിയാതെ പെട്ടെന്ന് ചാടി പ്രതികരിക്കുന്ന അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്.
എനിക്ക് തോന്നുന്നത് അതിനെ സാവകാശമായിട്ടൊന്ന് കണ്ട് മനസ്സിലാക്കുക എന്നത് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു റിയലൈസേഷൻ കിട്ടും, അവരും അതിൽ നിന്ന് ഒരു ഫ്രീഡത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും. എനിക്കങ്ങനെ തോന്നുന്നു. ഇപ്പോൾ പറഞ്ഞ അപ്കമിങ് ആയിട്ടുള്ള മ്യൂസിക് പഠിക്കുന്ന കുട്ടികൾക്ക് അച്ഛൻ ആസ് എ മ്യൂസിഷ്യൻ അല്ലെങ്കിൽ ഒരു കമ്പോസർ എന്ന നിലയിൽ എന്താണ് അഡ്വൈസ്, ഒരു ടിപ്സ് പോലെ പറഞ്ഞു കൊടുക്കാൻ? തീർച്ചയായിട്ടും. ഞാനിപ്പോൾ നമുക്കറിയാം, എനിക്കും ആസ് എ പ്രീസ്റ്റ്, ആസ് എ റിലീജിയസ് പ്രീസ്റ്റ് എന്ന നിലയിൽ എനിക്ക് എൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. വളരെ പരിമിതമായ സമയം, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ സമയക്കുറവുണ്ടാകാം, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ, കാരണം എനിക്ക് എൻ്റെതായ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് നമ്മുടെ ഹൗസിലും സമൂഹത്തിലുമൊക്കെ. ഞാൻ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്നുകൊണ്ട് തന്നെയാണ് ആ പ്ലാറ്റ്ഫോമിൽ ഞാനത് ചെയ്യുന്നത്. പക്ഷേ നമുക്കറിയാം, ഇതിൻ്റെ എല്ലാം ദൈവം, ഈശ്വരൻ നമുക്കെല്ലാവർക്കും ഒത്തിരി അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ കലകളായിട്ട് തന്നിട്ടുണ്ട്. അത് സംഗീതം, നൃത്തം, പെയിൻറ്റിങ്സ്, അതുപോലെ തന്നെ മറ്റുള്ള കഴിവുകൾ, സംസാരിക്കുക, എല്ലാ തരത്തിലും അഭിനയം, ഇതൊക്കെ ഏറ്റവും ദൈവം തന്നിരിക്കുന്ന സിദ്ധികളാണ് നമുക്കെല്ലാവർക്കും. എനിക്ക് ഇന്നത്തെ തലമുറ നമുക്കറിയാം, ഇന്ന് മീഡിയ ആയതിനാൽ ഇന്ന് ഒത്തിരി പേര് വരുന്നുണ്ട്. പക്ഷേ നമ്മളെ തന്നെ ഒന്ന് കണ്ടെത്തുവാനും എനിക്കൊരു കഴിവുണ്ട്. ആ കണ്ടെത്തി അത് മാത്രം പോരാ, അവിടെ നിൽക്കാതെ തന്നെ മുമ്പോട്ട് പോവുക. പക്ഷേ അതിൽ കൂടി നമുക്ക് ഈ ലോകത്തിന് കൊടുക്കാവുന്ന ഒത്തിരി കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അതിനൊത്തിരി മൂല്യങ്ങളുണ്ട്, അല്ലേ? ഒരു പാട്ട് പാടുമ്പോഴോ അല്ലെങ്കിൽ ഒരു മിമിക്രി അവതരിപ്പിക്കുമ്പോഴോ അതിനൊത്തിരി പ്രചോദനങ്ങളാണ് നമുക്ക് മറ്റുള്ളവർ കൊടുക്കുന്നത്. അതിലൂടെ എത്രയോ പേര് കടന്നു വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ നമ്മുടെ കലാഭവനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, കലാഭവൻ നമുക്കറിയാം ഇന്ന് എല്ലായിടത്തും അറിയപ്പെടുന്നതാണ്. ഞങ്ങളുടെ ഒരു ഫാദറാണ്, ആബേൽ ഫാദർ. അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയി. പക്ഷെ അദ്ദേഹം ആ കലാഭവനിലുണ്ടായിരുന്നപ്പോൾ എത്രയോ വൈദ്യരടക്കം എത്രയോ ഫിലിം ആക്ടേഴ്സിനെ മിമിക്സ് പരേഡിലൂടെ അഭിനയത്തിലേക്ക് കൊണ്ടുവന്നു. ഇന്ന് നമ്മളത് ഓർക്കുമ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ അവരെ മനസ്സിലാക്കി വിടാമായിരുന്നു. പക്ഷെ അതിൽ കൂടി എത്രയോ പേര് ഇന്ന് അറിയപ്പെടുന്ന നല്ല അഭിനേതാക്കൾ നമുക്കറിയാം. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എത്രയോ പേരുണ്ട്. അപ്പം അതുപോലെ തന്നെ ഇന്നത്തെ തലമുറ തീർച്ചയായിട്ടും നിങ്ങളുടെ കഴിവുകളെ കണ്ടെത്തുക. അത് ദൈവമാണ്, ഈശ്വരനാണ് എനിക്ക് തന്നിരിക്കുന്നത്. അതിനെ നല്ല രീതിയിൽ വളർത്തുക. പാട്ടായാലും നൃത്തമാണെങ്കിലും ഏത് കലയിലാണെങ്കിലും അത് ലോകത്തിന് നമ്മളെ തന്നെ നമ്മളിലൂടെ മറ്റുള്ളവർക്ക് പ്രചോദനമായിട്ട് സന്ദേശമായിട്ട് കൊടുക്കുക. അതിൽ കൂടെ നമുക്കും മറ്റുള്ളവർക്കും ലോകത്തിനും വലിയൊരു സന്തോഷവും ഒരു സമാധാനവും തീർച്ചയായിട്ടും ലഭിക്കും. നല്ലൊരു അഡ്വൈസ് ആയിരുന്നു അച്ഛൻ. അച്ഛൻ കമ്പോസ് ചെയ്ത പാട്ടിൽ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഉണ്ട്, കാവലാകുന്ന സ്നേഹമേ എന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. നമുക്ക് അതിൻ്റെ ഒരു 4 വരി. കാവലാകുന്ന സ്നേഹമേ, കരുതലേകുന്ന സ്നേഹമേ, കാവലാകുന്ന സ്നേഹമേ, കരുതലേകുന്ന സ്നേഹമേ, എന്നെ പൊതിയുന്ന വാത്സല്യമേ, ഓ ദിവ്യകാരുണ്യമേ, കാവലാകുന്ന സ്നേഹമേ, കരുതലേകുന്ന സ്നേഹമേ, എന്നെ പൊതിയുന്ന വാത്സല്യമേ, ഓ ദിവ്യകാരുണ്യമേ, കാവലാക്കുന്ന സ്നേഹമേ. വല്ലാത്തൊരു വൈബ്രേഷൻ ഉണ്ട് ആ പാട്ടിന്. ഈ പാട്ട് എഴുതിയത് നല്ലൊരു പാട്ടാണത്. എഴുതിയത് ഡൽഹിയിലുള്ള ഒരു എമിലി എന്നൊരു ചേച്ചിയാണ്. ചേച്ചി എഴുതി എനിക്ക് തന്നു, ഞാനത് മ്യൂസിക് ചെയ്തു. അപ്പോൾ ചേച്ചി തന്നെ പറഞ്ഞു അത് അച്ഛൻ തന്നെ പാടിയാൽ മതി, അതുകൊണ്ട് ഞാനങ്ങ് പാടി. അമ്മച്ചി ഇപ്പോഴും പാട്ട് കമ്പോസിങ് ചെയ്യുന്നുണ്ടോ? അമ്മച്ചി ഇപ്പോഴും കമ്പോസ് ചെയ്യുന്നുണ്ട്. അതിലേറ്റവും എനിക്ക് സന്തോഷമുണ്ട്. കാരണം അമ്മ ഇപ്പോൾ 81 years ഓൾഡാണ്. പക്ഷെ എങ്കിലും ഞാൻ പറയില്ല, അമ്മ പാലക്കാട് പഠിച്ച അന്ന് മുതൽ ഇന്നും ആ പാട്ടെന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് വലിയൊരു പ്രാർത്ഥന തന്നെയായിരുന്നു. കാരണം അമ്മയുടെ അച്ഛൻ, എൻ്റെ വല്യച്ഛനും നന്നായിട്ട് പാടുമായിരുന്നു. ഒരുപക്ഷെ ആ ഒരു കഴിവായിരിക്കും അമ്മയ്ക്ക് കിട്ടിയത്. അപ്പോൾ ഇന്നും അമ്മ പാടുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എനിക്ക് കിട്ടുന്ന കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അമ്മ സ്കൂളിൽ നിന്ന് വിരമിക്കുന്നതിന് മുൻപായിട്ട് ഒരു ടീച്ചേഴ്സ് തന്നെ അമ്മേനെ ഒരു കോളേജിലേക്ക് അമ്മ ഇൻവൈറ്റ് ചെയ്തു. അവരുടെ പ്രോഗ്രാമിനായിട്ട് അമ്മ പോയി. അപ്പോൾ അവിടെ ചീഫ് ഗസ്റ്റായിട്ട് വന്നത് നമ്മുടെ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയായിരുന്നു. അപ്പോൾ അമ്മ അതിനു മുമ്പ് അങ്ങനെ നമ്മുടെ പാട്ടുകൾ എത്രയോ കേട്ടിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെ കുറേ സംസാരിച്ചു. പാലക്കാട് പഠിച്ചു വന്നപ്പം മാഷിന് ഒത്തിരി സന്തോഷമായി. അങ്ങനെ കുറേ നേരം അവർ സംഗീത ജീവിതത്തിലൂടെ കടന്നുപോയി. അങ്ങനെ അമ്മ കൈതപ്പുറം മാഷിൻ്റെ ഒരു പാട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അമ്മ അവിടെ വെച്ചൊരു പാടി ഒരു ഫിലിം സോങ് തന്നെ കോളേജിൽ. അപ്പം മാഷ് ഒത്തിരി സന്തോഷമായി. പിന്നീട് ഞാൻ അറിഞ്ഞത് അമ്മ, നമുക്കറിയാം ഇത്രയും വലിയൊരു മനുഷ്യൻ, ആ ഒരു എളിമയുടെ ആ ഒരു നിമിഷമായിരുന്നേ അമ്മ പറഞ്ഞത്. അമ്മയുടെ കാല് തൊട്ട് അനുഗ്രഹം നേടി. അപ്പോൾ അതൊക്കെ ഒരു, ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ആ എളിമ അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അങ്ങനെ അത് അമ്മയ്ക്ക് വലിയൊരു സന്തോഷമായിരുന്നു. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം അച്ഛനുള്ളപ്പം അമ്മ ദുർഗായ് സ്കൂളിൽ പഠിച്ചതാണ്, കാഞ്ഞങ്ങാട് പഠിപ്പിച്ചതാണ് അവിടെ. ആ ഒരു അവസരത്തിൽ ദക്ഷിണമൂർത്തി സ്വാമി കാഞ്ഞങ്ങാട് വരാനിടയായി. അങ്ങനെ അമ്മയുടെ അധ്യാപകർ കൂടെയുള്ള ടീച്ചർ കാരണം അവിടെ നിന്ന് സ്വാമിയാണ് വരുന്നത്, ഒരു സ്വാമിയുടെ ഒരു പാട്ട് പാടാമെന്ന് പറഞ്ഞു. അപ്പം അമ്മയ്ക്ക് അതൊരു സന്തോഷമായി. സ്വാമിയുടെ ഒരു പഴയ പാട്ട് സംസാരിച്ചു. അപ്പോൾ ഇടയിൽ അമ്മ ഒരു പാട്ട് പാടി. അപ്പോൾ സ്വാമി ഒരു വാക്ക് പറഞ്ഞെന്ന് പറഞ്ഞ് അമ്മയോട് അനുഗ്രഹിച്ചു, നന്നായി വരട്ടെ ഇനിയും എന്ന് പറഞ്ഞ്. അപ്പം അമ്മയ്ക്ക് അത് മതിയല്ലോ, നമ്മുടെ ദക്ഷിണമൂർത്തി സ്വാമി ആ ഒരു ബ്ലെസ്സിങ് ഒക്കെ അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നമ്മളെ സ്ഥലത്തോളം നമ്മളായവർക്കുമ്പോൾ ഞങ്ങൾക്കത് മക്കളെന്ന നിലയിൽ നമുക്ക് അഭിമാനിക്കാം. അച്ഛനും അത് വലിയൊരു ബ്ലെസ്സിങ് ആണ്, ഗോഡ്സ് ഗിഫ്റ്റാണത് അമ്മയിലൂടെ. പിന്നെ എനിക്കൊരു സന്തോഷം, ഞാൻ പറഞ്ഞ അമ്മ ഗാനഭൂഷണം കഴിഞ്ഞ ഉടനെ തന്നെ കാഞ്ഞങ്ങാട് ദുർഗായ് സ്കൂളിൽ അമ്മയ്ക്ക് ജോലി കിട്ടി ആസ് എ മ്യൂസിക് ടീച്ചറായിട്ട്. അങ്ങനെ 1-2 വർഷം ശേഷം അമ്മയ്ക്ക് വീണ്ടും ആകാശവാണിയിൽ ഒരു സെലക്ഷൻ കിട്ടുകയാണെങ്കിൽ അവിടെ പോയി എനിക്ക് തോന്നുന്ന ഒരു 60ഓളം ലളിതഗാനങ്ങൾ അമ്മ പാടിയിട്ടുണ്ട്. എല്ലാ ഒക്ടോബർ മാസത്തിലാണ്. അപ്പോൾ ഞങ്ങളൊക്കെ കുഞ്ഞുങ്ങളായി ഇരിക്കുന്ന സമയമാണ്. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് അമ്മയുടെ കുറച്ച് നല്ല പാട്ടുകൾ. അപ്പോൾ ആ ലളിതഗാനങ്ങൾ അമ്മ ഒത്തിരി പാടിയിട്ടുണ്ട്. അത് നല്ല പാട്ടുകൾ ഒത്തിരി അമ്മ പാടിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ അമ്മ ഒരു എ ഗ്രേഡ് ആർട്ടിസ്റ്റ് കൂടിയായിരുന്നു. അപ്പോൾ അങ്ങനെ ആകാശവാണിയിലെ കോഴിക്കോടും കണ്ണൂരും ഓണത്തിനൊരു ഫംഗ്ഷൻ അമ്മ അങ്ങനെ പാടിയിട്ടുണ്ട്. അതൊക്കെ ഒരു വലിയൊരു നേട്ടമായിരുന്നു. വലിയൊരു ഗോഡ് ഗിഫ്റ്റ് ആയിട്ടുള്ളൊരു മ്യൂസിക് ഫാമിലി തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. തീർച്ചയായിട്ടും ഈസ്റ്റർ സോങ്സിൽ ഈ മ്യൂസിക്കിലെ ഒരു സൈലൻസും നമ്മൾ ഒരു ബാലൻസ് ചെയ്ത് പോണത് എങ്ങനെയാണ്? നമുക്കറിയാം ജീസസിൻ്റെ ജീവിതത്തിൽ ജീസസ് 40 രാവും പകലും ഫാസ്റ്റിംഗ് എടുത്തു. അപ്പോൾ അവിടെ ആ സമയത്ത് സൈറ്റൻ ഒരു പരീക്ഷകനായിട്ട് കടന്നു വരുന്ന ഒരു അനുഭവമുണ്ട്. അപ്പോൾ യേശുവിനെ പരീക്ഷിക്കുന്നുണ്ട്. നീ എന്നെ ആരാധിച്ചാൽ ഈ സ്വത്തുക്കളും ഇതെല്ലാം നിനക്ക് ഞാൻ തരും. പക്ഷേ ജീസസ് അവിടെ ഒരു ആൻസർ കൊടുക്കുന്നുണ്ട്, നീ ദൈവത്തെ പരീക്ഷിക്കരുത്. അപ്പോൾ ആ നിമിഷത്തിൽ സൈത്താൻ വിട്ടുപോവുകയാണ്. അപ്പോൾ ജീസസ് ഒരു ഒരു ദൈവപുത്രൻ നിലയിൽ അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്യാമായിരുന്നു. പക്ഷെ അദ്ദേഹം ചെയ്തില്ല. പക്ഷെ പിശാച് അത് മനസ്സിലാക്കി വിട്ടുപോയി. അപ്പോൾ നമുക്ക് ഈ ഒരു ഫാസ്റ്റിംഗ് ആൻഡ് പെനൻസ്, അപ്പോൾ അതിന് നമ്മുടെ പാട്ടുകളുമായിട്ട് ഒത്തിരി ബന്ധങ്ങളുണ്ട്. കാരണം ഒരു ഒരു റിഫ്ലക്ഷൻ അല്ലെങ്കിൽ റിഫ്ലക്റ്റീവ് മൂഡിലേക്ക് നമ്മൾ കൊണ്ടുപോവുക. അതിന് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഭജൻസ് ഉണ്ട്. ആ ഭജൻസ് നമ്മൾ കേട്ട്, അപ്പോൾ ഗ്രിഗോറിയൻ ചാൻറ്റിങ് ആയിരിക്കാം നമ്മൾ പറയാറുണ്ട്. അപ്പം യേശുവിനെ കൂടുതൽ ആരാധിക്കുക ആ ഒരു അനുഭവമാണ്. അപ്പം നമ്മൾ ഒരു 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 നേരത്തെ ഭക്ഷണം നമ്മൾ വർജിക്കുന്നു, ഞാൻ കഴിക്കുന്നില്ല. അപ്പോൾ ഒരു പാവപ്പെട്ടവന് വേണ്ടി ഞാനത് മാറ്റിവെക്കുന്നു. എനിക്ക് കഴിക്കാതിരിക്കാം, അതെൻ്റെ അല്ലേ. അപ്പോൾ എൻ്റെ ഒരു ഇൻറ്റൻഷനായിട്ട് ഞാൻ എടുക്കുകയാണ്. കാരണം ജീസസിൻ്റെ ജീവിതത്തിലും ഇത്തരത്തിലുള്ളൊരു അനുഭവമായിരുന്നു. അദ്ദേഹം സാധാരണക്കാരെ തേടിയാണ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. നമുക്കറിയാം, സാധാരണക്കാരോട് ദരിദ്രനായിട്ട് ജനിച്ചു, ദരിദ്രനായിട്ട് മരിക്കുന്നു. അപ്പോൾ നമുക്ക് വേണ്ടി പീഡ അനുഭവിക്കുന്ന ആ ഒരു കർത്താവിൻ്റെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ 50 ദിവസം നോമ്പെന്ന് നമ്മൾ പറയും. അപ്പോൾ അത് ഗാനങ്ങളിലൂടെ എനിക്ക് വേണ്ടി മുറിവേറ്റവനെ, ഞാൻ ആ യേശുവിനെ സ്നേഹിക്കുന്ന ഒരു അനുഭവം. പക്ഷെ അതിലൂടെ മറ്റുള്ളവർക്ക് വേണ്ടി ഞാനൊരു നന്മ ചെയ്യുക. കാരണം എനിക്ക് വേണ്ടി മുറിവേറ്റപ്പെട്ടവനാണ് കർത്താവ് രക്ഷകനായിട്ട്. അപ്പോൾ അതിനുശേഷം കർത്താവ് പീഡകൾ ഏൽക്കുന്നു, മരിക്കുന്നു, 3-ാം ദിവസം ഉദ്ധിതനാകുന്നു, ഉയർപ്പിലേക്ക് വരികയാണല്ലോ. അപ്പോൾ ഈ ഒരു 50 ദിവസം മുഴുവനും നമ്മൾ ധ്യാനത്തിലും പാട്ടിലും ഗാനങ്ങളിലൂടെ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു. അതുള്ള ഒരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനാത്മകമായ രീതിയിൽ നമ്മൾ ജീവിക്കുന്നു. അതിനൊത്തിരി പ്രാധാന്യമുണ്ട് ഈസ്റ്ററുമായിട്ട്. കാരണം യേശുവിൻ്റെ ആ ഒരു വേദനയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിലുള്ള ചെറിയ മുറിവുകളെ അത് നിസ്സാരമാണ്. പക്ഷേ കർത്താവ് എനിക്ക് വേണ്ടി മുറിവേറ്റവനാണ്. ഓരോ അടികളും
എനിക്ക് വേണ്ടി ഏറ്റു. ഒരു ലോകത്തിന് വേണ്ടി, ലോകപാപങ്ങൾ അവൻ ഏറ്റെടുത്തു. അപ്പോൾ അത് അങ്ങനെയുള്ള ഒത്തിരി നിരവധി ഗാനങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഈസ്റ്ററിൻ്റെ ഈ സമയത്തൊക്കെ. അപ്പോൾ ഒരു പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് എന്ന് പറഞ്ഞൊരു മൂവി, അതും കംപ്ലീറ്റ് അത് ഇതിൽ കാണിക്കുന്നുണ്ട്. യേശുവിൻ്റെ ആ ഒരു വളരെ ക്രൂരമായ കർത്താവിനെ അല്ലെ, അത്രമാത്രം ശിക്ഷിക്കപ്പെട്ടു ദൈവം, ഈ ജീസസ്. അപ്പം ഇതിന് കൂടുതൽ ഗാനവുമായിട്ട് ഒത്തിരി ബന്ധമുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ. പ്രാർത്ഥനയിലൂടെ, ത്യാഗത്തിലൂടെ, ഗാന ശുശ്രൂഷയിലൂടെ കടന്നു പോകുന്ന ഒരു അനുഭവം, അതാണ് ഈസ്റ്റർ. അപ്പോൾ ഒരു പുതിയ ജീവിതം, ഒരു പ്രത്യാശ നമുക്ക് തരുന്നുണ്ട് അതിൽ. ഹോപ്പ് ജീസസ് അത് കാണിച്ചു തന്നു. അപ്പോൾ മരണത്തിലൂടെയല്ല, മരണം കൊണ്ട് കർത്താവിൻ്റെ ജീവിതം അവസാനിച്ചില്ല. അന്ധകാരത്തെ അവൻ മാറ്റി വീണ്ടും പ്രകാശത്തിലേക്ക് ഉദ്ധിതനായി, ജീവനിലേക്ക് അവൻ കടന്നു വരുന്നു. അപ്പോൾ അതൊരു ഹോപ്പ്. അപ്പോൾ നമുക്കും ആ ഒരു പ്രത്യാശ വയ്ക്കാം ഈ ഒരു ഈസ്റ്റർ ദിനത്തിലും. അതെല്ലാവർക്കും, ലോകത്തിനെമ്പാടും എല്ലാവരിലേക്കും ആ ഒരു പ്രകാശം പരത്തുന്നവരായി ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു അച്ഛാ. നമുക്കിപ്പം നമ്മുടെ ഏതാണ്ട് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഒരുപാട് സന്തോഷം. കാരണം സ്പിരിച്വലിയും മ്യൂസിക്കലിയും അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അച്ഛൻ്റെ ഈ ഒരു സംഗീതയാത്ര, ഈ ഒരു ജേണി ഒരുപാട് പേർക്ക് ഇൻസ്പയർഡ് ആവട്ടെ. ഞാനത് തീർച്ചയായിട്ടും ആഗ്രഹിക്കുകയാണ്. കാരണം ഇത് കേൾക്കുന്നവരിലും ഈ ഒരു പ്രചോദനങ്ങളും ഈ ഒരു ദൈവാനുഭവം അത് വലിയൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയ്ക്ക് നമുക്കതായിരിക്കാം നമ്മളിലുള്ള എല്ലാ കഴിവുകളും അത് നല്ല രീതിയിൽ ഉപകരിക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. കാരണം ഇന്ന് മീഡിയയിലൂടെയാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. പക്ഷേ നമ്മളെ തന്നെ മറന്നു പോകുന്ന ചില അവസരങ്ങൾ നമുക്കുണ്ടാകാം. പക്ഷേ നമുക്കത് ആവശ്യമാണ്. മീഡിയ എല്ലാം നല്ലതും എല്ലാ കാര്യങ്ങളും ഉണ്ട്. നല്ലത് നമ്മൾ സ്വീകരിക്കുക, അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക അറിവോടുകൂടി. പക്ഷേ ഈശ്വരാധീനത്തോടുകൂടി നല്ലൊരു ജീവിതം പടുത്തുയർത്താനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. എല്ലാ അപ്കമിങ് പ്രൊജക്ട്സിനും അച്ഛന്, എല്ലാ അപ്കമിങ് പ്രൊജക്ട്സിനും എല്ലാവിധ ആശംസകളും. അച്ഛൻ്റെ ഈ നിഷ്കളങ്കമായ ചിരി എപ്പോഴും ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഈ ഒരു മണിക്കൂർ സമയം എന്ന് പറയുമ്പോൾ ഒരു 5 മണിക്കൂർ സ്പെൻഡ് ചെയ്ത ഒരു അനുഭവമായിരുന്നു. നമ്മൾ തന്നെ അറിഞ്ഞില്ല. കാരണം അതൊരു ദൈവനിമിത്തമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനൊരു ഇൻ്റർവ്യൂവിലേക്ക് വരുവാനായിട്ട് ദൈവം ഇടവരുത്തി. അപ്പോൾ ഒത്തിരി വളരെ സന്തോഷത്തോടു കൂടി വളരെ ഫ്രീ ആയിട്ട് ഇൻ്റർവ്യൂവിനോടൊപ്പം വളരെ ഒരു സുഹൃത്ത് ബന്ധത്തിലൂടെ ആ ഒരു ആത്മീയയിലേക്കും പ്രചോദനം ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ചോദ്യങ്ങളും ആ ഒരു ഷെയറിംഗ് ഒക്കെ ചെയ്തതിൽ മീനാക്ഷിക്ക് പ്രത്യേകമായിട്ട് ഞാൻ നന്ദി പറയുകയാണ്. എല്ലാ നന്മകളും അതുപോലെ തന്നെ ദൈവം തന്ന എല്ലാ കഴിവുകളും അതുപോലെ ലോകത്തിന് വേണ്ടി ഉപകരിക്കുവാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. God bless you. Thank you, Acha, for the blessing and support. Thank you.